fortunate to have Sohin Roy sir and his better half. I do not know how to introduce him because Sara Poitla Talangala basically is a marine engineer, naval architect. കപ്പൽ ഡിസൈൻ ചെയ്യുന്നതൊട്ട് ആ ഒരു ഏരിയ തൊട്ടതൊക്കെ പൊന്നാക്കെന്ന് പറഞ്ഞ പോലെ ആ ഒരു ഏരിയയിൽ ഒരു അഗ്രഗണ്യം ഒരുപാട് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. സിനിമയുടെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഏരീസ് പ്ലസ് എന്ന് പറഞ്ഞ തിയേറ്ററായിരുന്നു. 26 വർഷമായിട്ട് ഏരീസ് പ്ലസ്, 4K തിയേറ്റർ, ഇങ്ങനെ ഹയർ എൻഡ് എന്റർടൈൻമെന്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാർ എടുക്കുന്ന എഫേർട്ട്. ഇൻഡി ഫുഡിന്റെ പേരിൽ കോളേജുകളിലും സ്കൂളുകളിലും സാർ ചെയ്യുന്ന പ്രോജക്ട്സ് ഒത്തിരി ആൾക്കാരെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ടാലൻസ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷനിസ്റ്റോ ഏതൊക്കെ ഏരിയയിൽ പറയണോ ആ ഏരിയയിലൊക്കെ പറയാം. ഞങ്ങള് ആദ്യമായിട്ട് കാണുന്നത്, ഞാനിതിപ്പോ പറഞ്ഞ ഞങ്ങൾ പറയും രാവിലെ തിന്നത് ഫുഡാണെന്നും തള്ളലാന്നൊക്കെ, ഞങ്ങൾ കാണുന്നത് ജർമ്മനി വെച്ചിട്ടാണ്. അവിടെ ഒരു മലയാളി പ്രോഗ്രാമിന് ഒരു വലിയൊരു അസോസിയേഷനാണ്. അവര് സെലക്ട് ചെയ്ത മലയാളിയിൽ നിന്നുള്ള അവര് ഓണർ ചെയ്ത 2 പേരുണ്ടായിരുന്നു. ബാക്കി പിന്നെ മതി, സാറ് പോയി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2 പേരുമായിരുന്നു. ആ വർഷത്തെ അവാർഡ് വിന്നേഴ്സ് ഞങ്ങളായിരുന്നു. അതില് ആരോ പറഞ്ഞാല് എനിക്കും ദിവാഞ്ചിക്കും കൂടെ 5000 രൂപ ശമ്പളം. ദിവാഞ്ചിക്ക് 4999 എന്ന് പറഞ്ഞാല് എനിക്കും സാറിനും കൂടെയാണ് ആ വർഷത്തെ അവാർഡ് കിട്ടിയത്. റെസ്റ്റ് ഐ ഡു നോട്ട് വാണ്ട് ടു സ്റ്റാൻഡ് ഇൻ ബിറ്റ്വീൻ ദി കപ്പ് ആൻഡ് ദ ലിപ്. ലെറ്റ് us hear it from sir itself. Sir, over to you. I'm so happy that this also has gone. നമസ്കാരം. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചില ഇടിവെട്ടുണ്ടാകാറുണ്ട്. ഒരു കഥയുണ്ട്, അതിന് തുടങ്ങാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരിയുടെ മകൻ ഇവിടെ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞങ്ങളുടെ കോളേജിലെ ഒരു ആർട്സ് പരിപാടി ഉണ്ട്, അതിന് വരണം, കലാപരിപാടി നടക്കണം, അതൊന്ന് ഇനാഗുറേറ്റ് ചെയ്തു. മരുമകനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ മരുമകൻ എന്നെ വിളിച്ചോണ്ട് എറണാകുളത്ത് നിന്ന് ഇങ്ങനെ വരിക. പാലക്കാട് വന്നപ്പം വണ്ടി സിറ്റിയിലേക്ക് കയറി. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ അല്ല. ഞാൻ ചിന്ത പിടിയത് എങ്ങോട്ടാണ് പോകുന്നത്. അല്ല, അത് നമ്മുടെ ഫംഗ്ഷൻ ടൗൺ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അന്നേരം എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. വണ്ടി ഇങ്ങനെ ടൗൺ ഹാളിലേക്ക് കയറി തുടങ്ങിയപ്പോഴത്തേക്ക് എന്തോ ഒരു പ്രശ്നം എനിക്ക് മണത്ത്. കാര്യം ആ പ്രദേശത്തൊക്കെ കുറച്ച് ജുബ്ബാധാരികൾ ഒരു തുണിസഞ്ചിയൊക്കെ ഇട്ട് ക്രൗര്യമായിട്ട് ഇങ്ങനെ നമ്മുടെ നേരെ ഇങ്ങനെ തുറിച്ചൊക്കെ നോക്കിക്കൊണ്ട് അവരെ പറ്റി ഇങ്ങനെ നിൽക്കൊണ്ട് എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നെന്നുള്ളൊരു ഇമേജ്. അപ്പം ഈ സഞ്ചിധാരികളെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി. ഞാൻ പഴയ സഖാവാണ്, കൊച്ചിൻ 80s കയറി പറയുന്നത്. അപ്പൊ ഇന്നത്തെ സഖാവ് പോലെയല്ല. അന്നത്തെ ഈ ഹാർഡ് കോർ സഹാക്കന്മാരുടെ അടയാള ചിഹ്നമാണ് ഈ പരിപ്പോടയും ചായ മാത്രമല്ല, മറ്റേ തുണി സഞ്ചി, ദിനേശ് ബീഡിയൊക്കെ ആ സമയത്തുള്ളതാണ്. അപ്പൊ ഈ കാറ്റഗറിയിലുള്ള കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്, താടിയുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എന്തൊരു പ്രശ്നം. അപ്പം പുള്ളി പറഞ്ഞ് അതൊരു ചെറിയ പ്രശ്നമുണ്ട്, അമ്മാവൻ്റെ പറയാഞ്ഞതാണ്, പറഞ്ഞ അമ്മാവൻ വരത്തില്ല. ഞങ്ങളിവിടെ യൂണിയൻ ഭരിക്കുന്നത് സഹാക്കളാണ്, ഞങ്ങൾ ABVP-ക്കാരാണ്. ഞങ്ങൾ ഇവരുമായിട്ട് കട്ട ഉടക്കായതുകൊണ്ട് ഞങ്ങളെ ഇവരെ സ്റ്റേജിൽ കയറ്റാറില്ല. അതുകൊണ്ട് ഞങ്ങൾ പാരലൽ ഒരു യൂത്ത് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. അതാണ് ഈ ടൗൺ ഹാളിൽ നടത്താൻ പോകുന്നത്. അതിൻ്റെ ചീഫ് ഗസ്റ്റാണ് അമ്മാവൻ. എനിക്കറിയാം, സഹാക്കന്മാരുടെ ഇടയിൽ ജീവിച്ച് എനിക്കറിയാം ഇത്തരം ഒരു അവസ്ഥയിൽ വരുന്ന ചീഫ് ഗസ്റ്റിനെ ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. കാര്യം ഇതെല്ലാം ഞങ്ങളെല്ലാം ഓരോ തറവാട്ടിൽ നിന്ന് വരുന്നതാണല്ലോ. ഞാൻ ധൈര്യമായിട്ട് എൻ്റെ അനന്തരവനെ നോക്കുകയാണ്. അനന്തരവൻ്റെ മുഖത്ത് തിരിച്ചു പോകല്ലേ അമ്മാവ എന്ന കാര്യം എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എൻ്റെ സംഘാടകർ വരുന്നു, ബൊക്കെ തരുന്നു, ക്ഷണിച്ച് കൊണ്ടുപോകുന്നു. ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ഒരു 500 ഭയങ്കര ക്രൗഡ്. ഈ ക്രൗഡിനകത്തൊന്നും
നമ്മളെ അവിടെ സ്വീകരിക്കാനിരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് അലുമ്പാക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം എനിക്ക് പൂർണ്ണ ഉറപ്പായി എൻ്റെ കാര്യം തീരുമാനമായി. ഇത് എങ്ങനെയും ഹാൻഡിൽ ചെയ്യണ്ടേ? പെട്ടെന്ന് എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ വലിയ വലിച്ചു നീട്ടാതെ ആദ്യം തന്നെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദ്യം ഒരു വിളക്ക് കൊളുത്തി അത് നേരെ സംസാരിക്കാനായിട്ട് വിളിക്കുക. ഞാൻ സ്റ്റേജിലേക്ക് കയറപ്പോഴേ അവിടുന്ന് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി. എനിക്ക് മനസ്സിലായി ഇത് വേറെ രീതി ഹാൻഡിൽ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ ഞാൻ അങ്ങ് തുടങ്ങി. പാലക്കാട് എനിക്ക് പ്രത്യേക സ്ഥലമാണ്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഈ കൂവാൻ തുടങ്ങിയ അണ്ണന്മാരൊന്ന് തണുത്ത്. ഇത് ഒരു ക്യൂരിയോസിറ്റി, എന്താ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കണക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയൊരു വ്യക്തിയാണ്. നമ്മളൊക്കെ സഹോദരന്മാരാണ്. അപ്പം നമ്മൾ ഈ എഞ്ചിനീയേഴ്സ്, അപ്പം ഞാൻ ഇവരുടെ കൂടെ കൂടി നമ്മുടെ ഈ എഞ്ചിനീയേഴ്സിന് ഈ പഠിച്ചിറങ്ങുന്ന സമയത്തൊരു ആഗ്രഹമുണ്ട്, എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടണം, എത്രയും പെട്ടെന്നൊരു പെണ്ണ് കിട്ടണം. ഈ ആഗ്രഹം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ എനിക്കും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പെണ്ണ് കെട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല വീട്ടിൽ കാശുണ്ടാകണം, സ്വന്തം കാശിന് കെട്ടണം. ആ സമയത്ത് ഈ സഖാവും കൂടെ ആയതാണ്, കുറേ ദുരഭിമാനമൊക്കെ ഉണ്ട്. എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം കാശിന്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. യൂണിവേഴ്സിറ്റി തന്നെ എനിക്കൊരു ഡ്രൈ ക്ലീനിങ് ഷോപ്പ്, ഒരു ടൈപ്പിംഗ് സെൻ്ററൊക്കെ പരിപാടി ഉണ്ട്. തട്ടിപ്പും തരികയായിട്ട് സ്വന്തം കാശിന് പഠിച്ചതാണ്. അപ്പം ഇത് കാരണം പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഷോപ്പൊക്കെ പോയി, പിന്നെയും സ്വന്തം കാലിൽ നിൽക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച ആ സമയത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പോകുമ്പം അക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം 2000-2500 രൂപ. ഇത് ചിലവെല്ലാം കഴിഞ്ഞ് ഞാൻ ഞെക്കി പിഴിഞ്ഞാലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന 1000 രൂപ സേവ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ എങ്ങനെ ആലോചിച്ചിട്ടും ഈ 1000 രൂപ സേവ് ചെയ്ത് ഞാൻ പെണ്ണ് കെട്ടണമെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞാലും അന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് പെണ്ണ് കെട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ വേണം. ഈ 1 ലക്ഷം രൂപ ഞാൻ ഈ 1000 രൂപ സേവ് ചെയ്തിട്ട് എന്ന് സംഭവിക്കാനാണത്? അപ്പം തന്നെ വയസ്സ് 10-22 കഴിഞ്ഞു. ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഈ സിനിമാ മോഹം തലപിടിച്ച്. എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ സിനിമയ്ക്ക് പോകണം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ജോലി വേണം എനിക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കരിയർ ഡിസൈൻ ഇങ്ങനെ തുടങ്ങി. എങ്ങനെ ഏത് ജോബ് എടുക്കാൻ പറ്റും അന്വേഷിച്ച് പോയപ്പോൾ ഒരു ജോബുണ്ട്, അത് മർച്ചൻ്റ് നേവിയിലാണ്. മർച്ചൻ്റ് നേവിയിൽ 6 മാസം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം അവധിയാണ്. ആ സമയത്ത് സിനിമ ചെയ്യാം, ഭയങ്കര ശമ്പളമാണ് ഈ മർച്ചൻ്റ് നേവിയിൽ. ഇന്ത്യൻ ഷിപ്പിൽ തന്നെ അന്ന് സാധാരണ കിട്ടുന്ന ജോബിൻ്റെ 5 ഇരട്ടി സാലറി. ഫോറിൻ ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ടൈംസ് കൂടെ കിട്ടും, 5 പൈസയുടെ ചിലവില്ല. അപ്പോൾ എൻ്റെ ഈ ഒരൊറ്റ ട്രിപ്പ് തന്നെ കഴിയുമ്പോൾ ഏകദേശം എനിക്ക് പെണ്ണ് കെട്ടാനുള്ള കാശ് കിട്ടും. അങ്ങനെ ഐഡിയ ക്ലിക്ക് ചെയ്തു. ഞാൻ നേരെ ബോംബെക്ക് വണ്ടി കയറുകയാണ്. ബോംബെ ചെന്ന് വണ്ടി ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് ഞങ്ങളന്ന് ഇന്ത്യയിൽ ഷിപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു കോഴ്സാണ്. ഏറ്റവും വളരെ കുറച്ച് പേരെ കൊണ്ടുവന്ന് പഠിച്ചിറങ്ങുന്നത്. മദ്രാസ് ആയിട്ട് 10 പേര്, ഖരഗ്പൂർ ആയിട്ട് 10, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 20 പേര്, 40 പേരെ ഇറങ്ങുന്നുള്ളൂ. അതുകൊണ്ട് പഠിച്ചിറങ്ങി അന്നേരം ജോബും കിട്ടുന്നുണ്ട്. ഞങ്ങളെ അന്ന് പഠിപ്പിക്കുന്നതെല്ലാം ജർമ്മൻസാണ്. ഇന്ത്യയിൽ ഈ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. നല്ല ഡിമാൻഡുള്ളതാണ്. പക്ഷേ ഈ മർച്ചൻ്റ് നേവി കയറണമെങ്കിൽ ഈ കോഴ്സ് വെച്ച് പറ്റില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഷിപ്പ് കാണാത്തവർക്കെല്ലാം അവിടെ പോകാം, 8 മാസത്തെ ഷിപ്പ് യാർഡ് ട്രെയിനിങ് ഉണ്ട്, ഷിപ്പിൽ കയറാം. ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞാനല്ലോ ഇത് എന്ത് ന്യായമാണ്? 4.5 വർഷം, അന്ന് എഞ്ചിനീയറിംഗ് 4 വർഷമുള്ളൂ, ഞങ്ങൾക്ക് 4 വർഷം 9 സെമസ്റ്റർ പഠിക്കണം, 8 മാസം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളും 2 മാസം അവധിക്ക് പോകുമ്പോൾ ഞങ്ങൾ നേരെ ഷിപ്പ് യാർഡിൽ പോകണം. അങ്ങനെ 8 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഷിപ്പിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു വാശിയായി, ചേട്ടാ ഇത് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഉള്ളിലെ സഖാവ് ഇങ്ങനെ കിടക്കുക, വിപ്ലവം. ബോംബെ ചെന്നിട്ട് വിപ്ലവം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനൊരു 100 CV അടിച്ച് അവിടെയുള്ള എല്ലാ ഷിപ്പിംഗ് കമ്പനിയിൽ കയറി ഇറങ്ങുക. അപ്പോൾ പൈസ ഇല്ല, ആകെ 1000 രൂപ പോക്കറ്റിലുണ്ട്. 1000 ടിക്കറ്റ് എടുത്ത് ബോംബെക്ക് ആ പൈസ കുറഞ്ഞു. ഒരു സീസൺ ടിക്കറ്റ് എടുത്തു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് താമസിക്കുന്നു. അവിടുന്ന് ഡെയിലി 1 രൂപ വേണം ബസ് കയറി സ്റ്റേഷനിൽ വരാൻ, തിരിച്ചു പോകാൻ. അങ്ങനെ പിന്നെ 8 രൂപയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള കാശേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡിന്നർ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും. അങ്ങനെ വളരെ പിടിച്ചാണ് ഈ ജോലി കിട്ടുന്നവരെ ഈ കാശിന് പോകണം. ഞാൻ ഈ 100 CV കൊണ്ട് ഉള്ള ഷിപ്പിംഗ് കമ്പനി കയറി ഇറങ്ങും. എല്ലായിടത്തുനിന്നും നോ,
എനിക്ക് CTC വേണം ഷിപ്പിൽ പോകാനായിട്ട്, ഒരു സർട്ടിഫിക്കറ്റാണ്, പാസ്പോർട്ട് പോലെ സാധനമാണ്. അത് കിട്ടത്തില്ല ഞങ്ങളുടെ ഡിഗ്രി വെച്ചിട്ട്, ഞങ്ങളുടെ കോഴ്സ് അപ്രൂവ്. അവസാനം ഞാൻ ക്യാപ്റ്റൻ കളറെ കണ്ടിട്ട് പുള്ളിയുടെ പുറകെ കൂടി അവസാനം ഞാൻ ഷിപ്പിൽ കയറുകയാണ്. അത് വേറൊരു കഥയാണ്, അതിപ്പം പറയേണ്ടല്ല. പറഞ്ഞു വരുന്നത്, എനിക്ക് ഷിപ്പിൽ കയറാൻ പറ്റി. അതൊരു റെവല്യൂഷനായിരുന്നു. ആരും പോകാതെ ഇന്ത്യയിൽ ആദ്യത്തെ നേവൽ ആർക്കിടെക്റ്റായി. അപ്പം എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു, അത് ബ്രേക്ക് ചെയ്തു. അതാണ് അടുത്ത. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ലോകത്ത് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഞാനിന്ന് തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവുമെന്ന് ഇന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ബിലീവ് മീ, ഞാൻ 20 വർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. എങ്ങനെയാണ് പറ്റുമോ? നിങ്ങൾ ചിരിക്കുക, എല്ലാവരും ചിരിക്കും. എങ്ങനെയാണ് കാര്യം? അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുമോ? അവിടെ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത്. എങ്ങനെയത്? നിങ്ങൾ മാനേജ്മെന്റ് വിദഗ്ധരല്ലേ, പറയൂ. ഇങ്ങനെ ആർക്കെങ്കിലും പറയാമോ എങ്ങനെയാവാൻ പറ്റുന്നത്? പറഞ്ഞുതരാം. വളരെ സിമ്പിളാ. നിങ്ങൾ ഈ 20 വർഷത്തിന് 4 ഡിവൈഡ് ചെയ്യുക. 5 വർഷത്തെ 4 5 ഇയർ പ്ലാൻസ്. ആദ്യത്തെ പ്ലാൻ, എങ്ങനെയെങ്കിലും അമേരിക്കയിൽ ചെന്ന് ഒരു സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ള പല മെത്തേഡുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റർ ആയിട്ട് ചെല്ലാം, പല മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരിയെ കെട്ടാം. അപ്പൊ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടി. അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തെ പദ്ധതി എന്താണ്? അവിടെ മില്യൺസ് ഓഫ് അമേരിക്കൻസ് ഉണ്ട്. ഇതുപോലെ അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റാത്ത ആൾക്കാർ. നിങ്ങൾ അവരുടെ നേതാവായ പോലെ, ഞങ്ങൾ 2ാം ക്ലാസ് സിറ്റിസൺസ്, അമേരിക്ക പോലും രാജ്യത്ത് ഞങ്ങൾ 2ാം ക്ലാസ് സിറ്റിസൺസ്, നിങ്ങളുടെ വിപ്ലവകാരി എണീക്കണം. അവർ കൂടുമ്പോൾ നിങ്ങളുടെ കൂടെ കുറെ മില്യൺസ് കുറെ കൂടും. ആരാണെങ്കിലും ഈ 2nd ക്ലാസ് സിറ്റിസൺ ഒരു നേതാവ് വന്നാൽ കുറെ കൂടിയിരിക്കും. അന്നേരം അടുത്ത 5 വർഷത്തിൽ നിങ്ങൾ മില്യൺസ് ഓഫ് ആൾക്കാരുടെ ലീഡറായി. അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അതിന് ഈ 5 വർഷത്തിന് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ആനുവൽ ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ്സ്, വീക്ക്ലി ടാർഗറ്റ്സ്, ഡെയിലി ടാർഗറ്റ്സ് ആയിട്ട് ഇതിനെ ഇങ്ങനെ കേസൻ മെത്തേഡ് എന്ന് പറയും. ഇങ്ങനെ ചെറുതാക്കി ഓരോ ദിവസവും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ഗോൾസ് ഉണ്ടാവും. അപ്പം നമ്മൾ അടുത്ത 5 വർഷത്തിൽ നേതാവായി. 3ാമത്തെ 5 ഇയർ പ്ലാൻ, അവിടെ റിപ്പബ്ലിക്കനോ ലേബർ പാർട്ടി വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിന്റെ അവിടെ 2 പാർട്ടിയേ ഉള്ളൂ. ഇതിൽ ഇത്രയും മില്യൺസ് ആൾക്കാരുണ്ടെങ്കിൽ ഇതിൽ ഒരാളുടെ കൂടെ നിങ്ങളെ കയറ്റിയിരിക്കും. നിങ്ങളകത്ത് അത് നിങ്ങളങ്ങനെ റേസ് ചെയ്യുക, നിങ്ങൾ കത്തിക്കുക, മീഡിയ പബ്ലിസിറ്റി ഉണ്ടാക്കുക, ബ്രാൻഡ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ലാസ്റ്റ് 5 ഇയർ പ്ലാനിൽ നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കാനുള്ള വകുപ്പുണ്ട്. നിങ്ങളുടെ സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ there is a possibility. ഞാൻ പറയുന്നില്ല 100% ആവുന്നു, പക്ഷേ there is a possibility. If there is a possibility of 1%, if you are smart enough, you can convert it to 100. സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നായകൻ പലപ്പോഴും വില്ലനെ കീഴ്പ്പെടുത്തുന്നു, അല്ലെങ്കിൽ നായകനെ ഒരിടത്ത് പൂട്ടിയിട്ടേക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ആ സ്ക്രിപ്റ്റ് എപ്പോഴും എഴുതുന്നത്. ആ ഒരു 1% ചാൻസ് വെച്ചിട്ട് ആണ്. ഈവൻ രജനീകാന്ത് പോലും, രജനീകാന്തിന്റെ ചിലതിനകത്ത് ലോജിക്ക് ഇല്ലാത്തതാണ്, എന്നാലും പലപ്പോഴും ഈ സ്റ്റോറിക്ക് ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അല്ലെ സ്ക്രിപ്റ്റ് ബ്രില്യൻസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ആ ഒരു 1% പോസിബിലിറ്റിയെ നമ്മൾ സ്ഥാപിച്ചെടുക്കും പറ്റും. അതുപോലെയാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ആവും. ഇതുപോലെ കൺവേർട്ട് ചെയ്തതാണ് എൻ്റെ മർച്ചന്റ് നേവി പ്രവേശനം. അങ്ങനെ ഈ 6 മാസം ഞാൻ സെയിൽ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണ്? 6 മാസം കഴിഞ്ഞ് വരിക, സിനിമയ്ക്ക് പോവുക, പെണ്ണ് കെട്ടുക. 2 കാര്യമുണ്ട്. 2-നുള്ള പൈസ സംഘടിപ്പിക്കുക. കൃത്യമായിട്ട് ഞാൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് 10 ദിവസത്തിന് മുമ്പ് ഷിപ്പ് കത്തി എൻ്റെ കൂടെയുള്ളവരെല്ലാം മരിച്ചു. ഐ വാസ് ഓൺലി സർവൈവർ ഫ്രം ദ എഞ്ചിൻ റൂം. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ മരിച്ചു എന്ന് വലിയ ന്യൂസൊക്കെ വന്ന് എൻ്റെ ബോഡി അന്വേഷിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് 3ാമത്തെ ദിവസം ഞാൻ ബോംബെയിൽ എത്തുന്നത് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു 2ാമത്തെ ലൈഫുമായിട്ട് വരുന്ന ഞാൻ സിനിമയ്ക്ക് പോകുമോ, 2ാമത്തെ ജന്മത്തിന് എൻജോയ് ചെയ്യും. കാര്യം 1ാമത് മാനസികമായിട്ട് പേടിച്ചു പോയി. ഈ ഫയറൊക്കെ കണ്ടിട്ട് ജീവിതം തിരിച്ചു കിട്ടിയതിൽ ഞാൻ സിനിമ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചു. ആദ്യത്തെ തീരുമാനം പെണ്ണ് കെട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഈ 24ാമത്തെ വയസ്സിൽ പോയി പെണ്ണ് കെട്ടണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? ആരെങ്കിലും പെണ്ണ് ചോദിച്ചു പോകണമെങ്കിൽ കാരണവർ കൂടെ വരണ്ടേ? വീട്ടിൽ പറയാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, സുഹൃത്തുക്കൾ. ഏത് തോന്നിവാസനും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടാവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് സുഹൃത്തുക്കൾ. ഈ എന്താണ്, തിഹാർ ജയിലിൽ കുത്തിപ്പൊളിക്കണം എന്ന് പറഞ്ഞാലും കൂടെ വരുന്ന പാർട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ പേപ്പറിൽ ഒരു പരസ്യം കൊടുത്തു. അപ്പൊ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെ അമ്മാവന്മാർ ഇടപെടാതെ എങ്ങനെ പെണ്ണ് അന്വേഷിക്കാം, അതിന് ഏറ്റവും നല്ലത് പേപ്പറിൽ ഒരു പരസ്യം കൊടുത്തു. 5 അക്ക ശമ്പളമുള്ള, തള്ളിയിരുന്നെങ്കിൽ 6 അക്കം ആക്കുമായിരുന്നു, പക്ഷെ 5 അക്കം എന്ന് ഭാവിയിൽ 6 അക്കം എന്ന് വേണേൽ പറയാമായിരുന്നു. അതാണ് ബ്രാൻഡിങ്. ഇന്ന് 5 ആണെങ്കിൽ നമ്മൾ ഭാവിയിൽ 6 എന്ന് പറയായിരുന്നു.
ഉള്ള വളരെ സുന്ദരനും സുമുഖനുമായിട്ടുള്ള സൽസ്വഭാവികമായിട്ടുള്ള ചെറുപ്പക്കാരന് സുന്ദരികളായ കുട്ടികളിൽ നിന്നും നമുക്ക് പരസ്യങ്ങൾ കൊടുത്ത് യു വോണ്ട് ബിലീവ് അന്ന് ഈ ടെലിവിഷനും മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ വല്ല സോഷ്യൽ മീഡിയ ഇല്ല, മൊബൈൽ ഇല്ല, വേറൊരു യുഗത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 250ഓളം ആപ്ലിക്കേഷനാണ്. അപ്പൊ ഈ വീക്കിലി ഇതിന്റെ ഇത് മാതൃഭൂമിയിലും മനോരമയിലാണ് കൊടുത്തേക്കുന്നത്. ഒരുമാതിരി കേരളത്തിലെ 80% ആൾക്കാരും വായിക്കുന്ന പത്രങ്ങളാണ്. എല്ലാ ആഴ്ചയിലും അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഒരു കെട്ട് ആപ്ലിക്കേഷൻ എടുത്ത് തരും. വിത്തിൻ 2 weeks, ഫസ്റ്റ് വീക്കിൽ തന്നെ ഏതാണ്ട് 60% ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെ വന്നു. ഈ 2 ആഴ്ച കൊണ്ട് എൻ്റെ കയ്യിൽ ഏതാണ്ട് 240-250 രൂപയുടെ ആപ്ലിക്കേഷൻസ് എത്തി. ഞങ്ങളിങ്ങനെ സുഹൃത്തുക്കളിങ്ങനെ ഇതിൽ ഏത് വേണം ഇങ്ങനെ അന്വേഷിക്കുക. ഇപ്പൊ കൂടെയുള്ള നമ്മുടെ അടുത്ത സുഹൃത്ത് പുള്ളി ഇടയ്ക്ക് ഞാൻ വന്നെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ലീവ് എടുത്ത് വന്നേക്കുക. പുള്ളിയുടെ വീട് പാലക്കാടാണ്. ഞാൻ പറഞ്ഞു വരുന്ന പാലക്കാടേക്ക് വരിക. അപ്പൊ പാലക്കാട് ഇവന്റെ വീട് ഇവിടെ ഞാൻ വേഗം വണ്ടി എടുത്ത് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് വരികയാണ്. പുള്ളിയുടെ വീട്ടിൽ ഇരുന്നു ഞങ്ങളിതിങ്ങനെ നിരത്തി നോക്കുകയാണ്. അവസാനം തീരുമാനിച്ചു പാലക്കാട് തുടങ്ങാം. അപ്പൊ പാലക്കാട് സാധനങ്ങളെല്ലാം കൂടെ എടുത്തൊരു പഞ്ചായത്ത്. അങ്ങനെ പാലക്കാട് വീടിൻ്റെ അടുത്തുള്ള ആദ്യത്തെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പറയത്തില്ല, ഞങ്ങൾ ആത്മാരായിട്ട് വരുന്നത് എൻ്റെ കൂട്ടുകാരൻ തന്നെ. അവനെ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി പ്രായം തോന്നിക്കും. അങ്ങനെ ഞങ്ങളൊരു ബൈക്കിൽ കയറിയിട്ട് ആദ്യത്തെ പെണ്ണ് കാണാൻ വേണ്ടി പോവാം. പെണ്ണ് കാണാൻ പോയി, കുഴപ്പമില്ല, ഇല്ല പ്രത്യേക സുന്ദരിയായ കുട്ടി ഇതുകൊണ്ട് സുന്ദരികളായിട്ട് ആപ്ലിക്കേഷൻ തന്നെയാണ് വന്നേക്കുന്നത്. നല്ല ഒരു ആപ്ലിക്കേഷൻ കിട്ടി. അവിടെ പോയി കണ്ടു, ഫോട്ടോയിൽ കണ്ട പോലുള്ള അതിസുന്ദരിയായ കുട്ടി, നല്ല കുടുംബം, എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ സംസാരിച്ചു. കുട്ടിക്ക് എന്നെ ഇഷ്ടമായി, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഈ കൂടെ വരുന്ന ഈ കൂട്ടുകാരുടെ സ്വഭാവമുണ്ട്. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ആർത്തിയാണ്, എവിടെ കിട്ടിയാലും അനുവദിച്ച് കയറി. നമ്മൾ ഈ പെണ്ണ് കാണാൻ പോകുന്നത് പ്രശ്നമുണ്ട്. ചെല്ലുമ്പോൾ തന്നെ കുറെ മധുരം കൊണ്ട് വെക്കുക നമ്മളെ വീഴ്ത്താൻ വേണ്ടി. വളരെ ആദ്യത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പയ്യനെ വീഴ്ത്താൻ വേണ്ടി നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കണ്ടി വെക്കും. എനിക്കറിയാം ഇവൻ ഇത് വലിച്ചു വരെല്ലാം തിന്നും. ഞാൻ പറഞ്ഞ അലമ്പാക്കരുത്, അവർ കൊണ്ട് ഭക്ഷണം വെക്കും, വലിച്ചു വരി തിന്നരുത്, നമ്മുടെ ആ ഒരു ഡീസൻസി കാണിക്കണുണ്ട്. അപ്പൊ അവർ കഴിക്കാൻ പറഞ്ഞു, ഇല്ല ഞങ്ങൾ കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു വളരെ ശാന്തമായിട്ട് അത് ഒഴിവാക്കി വിടണം. ഞാൻ കഴിക്കുന്നത് നോക്കി മാത്രം നീ കഴിക്കാം. അങ്ങനെ എഗ്രി ചെയ്തിട്ടാണ് വരുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് ഇതെല്ലാം കണ്ട് പെണ്ണിനെ കണ്ടൊക്കെ ഓക്കെ ആയി. പക്ഷെ പെണ്ണിന്റെ അച്ഛന് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഈ മകളെ കെട്ടുന്ന മദ്യപാനിയായിരിക്കും. ഞങ്ങളാണെങ്കിൽ തലേ ദിവസം കുറെ നാളിന് ശേഷം കണ്ടതിന് എന്റെ ഒരു ആഘോഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ മുഖം കണ്ടപ്പോ ഒരു ചെറിയ അതിന്റെ ബാക്കി പത്രമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ പുള്ളി ഞങ്ങളെ കണ്ടോണ്ടേ അകത്ത് പോയിട്ട് പുള്ളിക്കാരോ ഗിഫ്റ്റ് കൊടുത്താന്ന് തോന്നുന്നു, നല്ലൊരു സ്കോച്ച് എടുത്തിട്ടുണ്ടോ. എന്നിട്ട് പുള്ളി ഞങ്ങളെ കാണിക്കും. അന്ന് കാലം വെച്ചാൽ നമ്മളിലെ ട്രിപ്ലക്സ് അടിച്ച് നടക്കുന്ന കാലമാണ്. അന്നേരം സ്കോച്ച് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി മറ്റേ കോവളത്തിലമ്മ മദാമ്മരെ കാണുമ്പോൾ നമ്മുടെ ചെക്കന്മാർക്ക് തോന്നുന്നൊരു തുള്ളറുണ്ടല്ലോ, അത് അതുപോലെയാണ് ഈ സ്കോച്ച് കാണുമ്പോൾ. ഈ സ്കോച്ച് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ലഡു പൊട്ടി മനസ്സിലായി. അപ്പം പുള്ളി ഉടനെ സ്മോൾ എടുക്കട്ടെ പറഞ്ഞത് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് ഇങ്ങനൊരു നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇത് എന്ത് സാധനത്തിനും നേരത്തെ പ്ലാനിങ് ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ. ഇങ്ങനെ ഈ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് വേണമെന്ന് പറയണോ വേണ്ടാന്ന് പറയണോ. കാര്യം പുള്ളി മദ്യപാനിയാണോ അല്ലയോ, കാര്യം മദ്യപിക്കുന്നോണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ അവിടെ സ്കോച്ച് ഉണ്ടാവുക. അപ്പൊ ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നമ്മൾ ബാക്കിയെല്ലാം ഒത്തിരിക്കുകയാണ്. ഇനി ഇതൂടെ ഉള്ളൂ ലാസ്റ്റ് ഈ ഇന്റർവ്യൂവിന്റെ അവസാനത്തെ സാധനമാണ്. വേണോ വേണ്ടയോ എന്ന് പറഞ്ഞുള്ള കൺഫ്യൂഷനായി. ഇനി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മദ്യപാനിയാണെന്ന് കരുതി വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കൺഫ്യൂഷൻ ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരെ ചാട്ടി വരും. ഏയ് നോ 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 നോ, ഞങ്ങൾ ആവശ്യത്തിന് കഴിച്ചിട്ട് വന്നത്. എന്റെ ആദ്യത്തെ പെണ്ണ് കാണൽ ഒരു തീരുമാനമായി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ചടങ്ങുകൾക്ക് പോകുമ്പോൾ വിവേകവും വിവരവുമുള്ള ഒരു സുഹൃത്തിനെ കൊണ്ട് പോകണം. അപരിചിതമായ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെല്ലുമ്പോൾ അതൊരു ക്ലയന്റിനെ ആയിക്കോട്ടെ, അഡ്രസ് ചെയ്യുന്നതായിക്കോട്ടെ, എവിടെ ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ മുന്നിൽ എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ സംസാരം, എന്തെങ്കിലും ടിപ്സ്, എസ്പെഷ്യലി പ്രസംഗം നടത്തുന്ന സമയത്ത് ആദ്യം അവരുടെ ഉള്ളിലേക്ക് കടന്നു കയറി. ഇപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കയറി, എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കും, ശരിയല്ലേ? നിങ്ങളുടെ ഗുരുവിനെ അറിയാം.
പുള്ളി ഞാനും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ജർമ്മനി വെച്ച് കണ്ടത് മാത്രമല്ല, ഇന്ന് ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വഴിതെറ്റി വന്നവരാണ്. കരിയർ ഡിസൈൻ ടോട്ടൽ ഫ്ലോ. പുള്ളി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ MBA കണ്ട് കഴിഞ്ഞു. പുള്ളി പറഞ്ഞു അത് പഠിച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ തുടങ്ങിയത്, ഞാനത് കഴിഞ്ഞ് സ്വന്തമായിട്ട് കുറച്ച് കലാപരിപാടി 10 വർഷം നടത്തി, പിന്നെ വിദ്യ കൊടുക്കാൻ പലയിടത്തും നടന്നു, പിന്നെ സ്വന്തമായിട്ട് തുടങ്ങി. ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് 10ാം ക്ലാസ്സിൽ 10ാമത്തെ വയസ്സ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ഡ്രാമ ഡയറക്റ്റ് ചെയ്ത പാർട്ടിയാണ്. അന്ന് ഞാനൊരു ഡോക്ടറെ വേഷമാണ്, ഞാൻ തന്നെ സംവിധാനം, ഞാൻ തന്നെ ആക്ടർ മീൻസ് അന്ന് ബാലേന്ദ്രമേനോനെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്, നമ്മൾ തന്നെ ഇല്ല. അപ്പോൾ മെയിൻ റോള് ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരു കോട്ട് വേണം, ഒരു സ്റ്റെതസ്കോപ്പ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഡോക്ടറായിട്ട് പെട്ടെന്ന് പ്രേക്ഷകനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അല്ലാതെ ഞാൻ സ്റ്റേജിൽ കയറി ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ അന്ന് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് പഠിക്കുക. അപ്പോൾ സിസ്റ്റർ പ്രത്യേകം പറഞ്ഞ് എനിക്ക് ഒരു സ്റ്റെതസ്കോപ്പും കോട്ടും വേണം. അങ്ങനെ സിസ്റ്ററിന്റെ കോട്ടും കൊണ്ടുതന്നു, സ്റ്റെതസ്കോപ്പും കൊണ്ടുതന്നു. ഞാൻ ഇത് വിട്ടുകൊണ്ട് സ്റ്റേജിൽ കയറുക. എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഞാൻ. ഒരു ഡോക്ടറെ കോട്ടിട്ടാൽ അത് ഒരുമാതിരിയില്ല, കന്യാസ്ത്രീമാരുടെ അച്ഛന്മാരുടെ ലോഹ പോലെയായി ഈ സാധനം. ഒരു സ്റ്റെതസ്കോപ്പ് എടുത്ത് കഴുത്തിട്ട് അത് നിലത്ത് കിടന്ന് കഴിയുകയാണ്. എന്നാലും സാധനം ഞാൻ ഇങ്ങനെ തുളച്ചിട്ടപ്പം ഞാൻ ഡോക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. നാടകം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു വേഷവിധാനം കൊണ്ടായിരിക്കാം അന്ന് ആ വർഷം പ്രൈസ് ഒന്നും കിട്ടില്ല, പക്ഷെ വാശിയായി. അടുത്ത വർഷം നാടകം വരികയാണ്, പക്ഷെ അതിന് നേരത്തെ പ്ലാൻ ചെയ്തു. കാര്യം ഇത് ആദ്യത്തെ വർഷം സമയം കിട്ടിയില്ല. കാര്യം എന്നെ വേറൊരു നാടകത്തിനകത്ത് അഭിനയിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അത് എൻ്റെ റിഹേഴ്സൽ പകുതി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവർ നാടകം മാറ്റി, അവിടുത്തെ അധ്യാപകരുടെ മക്കളെല്ലാം കൂടി ചേർന്നത്. അപ്പോൾ ഈ അധ്യാപകർ ഇടപെട്ടിട്ട് നാടകം മാറ്റി കഴിഞ്ഞ ഈ നാടകത്തിൽ എനിക്ക് റോളില്ല. അത് ഭയങ്കര വിഷമമായി. ഇപ്പൊ സാധാരണ നിലയിൽ മലയാളിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇത്തരം ഒരു മലയാളി അല്ല, പല കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഒന്നിന് പോയി ആത്മഹത്യ. 10ാം ക്ലാസ്സിൽ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ ആത്മഹത്യകൾ ഇവിടെ പലതും നടക്കാറുണ്ട്. നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ആത്മഹത്യ ചെയ്യുന്ന ഏക ജീവിമല്ല മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് കണക്കനുസരിച്ചിട്ട് ലോകത്തിൽ 8.2 മില്യൺ സ്പീഷീസ് ഓഫ് ജീവികളുണ്ടെന്നാണ്. അതില് 1.2 മില്യൺ ഇത് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആനിമൽസ്, പ്ലാന്റ്സ്, മൈക്രോബ്സ് എല്ലാം ഉണ്ട്. സ്വന്തമായിട്ട് വിവേകമുള്ള, സ്വന്തമായി ഭൂമിയിൽ ജനിച്ച് വളർന്ന് അന്നം തേടി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇതിൽ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇതുപോലെ കോളേജിൽ ഫീസും കൊടുത്ത് വന്ന് പഠിപ്പിക്കുന്നു, MBA എടുത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ, ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ. അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊക്കെ അതിന്റെ ഭാഗമായി. അങ്ങനെ ഈ 5ാം ക്ലാസ്സുകാരുടെ ഉള്ളിൽ ഈ പ്രശ്നം വന്നു, നിരാശ. പക്ഷെ ഈ നിരാശ കൊണ്ട് ഞാൻ അടങ്ങിയില്ല. ഇത് വാശിയായി. 6ാം ക്ലാസ്സിൽ എനിക്ക് ഈ സ്കൂളിലെ ഫസ്റ്റ് വാങ്ങണം. അതൊരു വാശിയായി. അതിനുവേണ്ടി നേരത്തെ പോയിട്ടൊരു നാടകം എടുത്തു. അപ്പം ഇത് ഫസ്റ്റ് കിട്ടാൻ എന്തൊക്കെ മാറണം? ഫസ്റ്റ് കിട്ടണമെങ്കിൽ വെറുതെ അഭിനയിച്ചിട്ട് മാത്രം കാര്യമില്ല, കുറച്ച് ലുക്കൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അതിനനുസരിച്ചുള്ള വേണം. ഈ ബാഹുബലി സ്റ്റൈൽ പടം എടുത്താൽ നാടകമാണെങ്കിലും നടക്കും. രാജകാലഘട്ടത്തിൽ നടക്കുന്നൊരു കഥയാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഒരു സ്റ്റോറിയാണ് ആ കാലഘട്ടത്തിൽ. ഇതിനകത്ത് കൊട്ടാരം കാണിക്കണം, അത് കാണിക്കണം, ഇത് കാണിക്കണം. വേഷവിധാനങ്ങൾ ഭയങ്കരമാണ്. വാള്, പരിച, യുദ്ധമൊക്കെ ഉണ്ട്. സ്കൂളിലെ നാടകം ആലോചിക്കണം. എന്ത് വന്നാലും ഫസ്റ്റ് വാങ്ങണം. അപ്പൊ അതിന് ഈ സെറ്റപ്പ് എല്ലാം വലുതായിരിക്കണം. ഇതിനും വേഷം വേണ്ടേ? അവസാനം എൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നത് പണ്ട് പഠിച്ച ഭരതനാട്യം പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ കോസ്റ്റ്യൂംസ് ഉണ്ട്. ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ട് നല്ല രാജാവിന്റെ ലുക്കൊക്കെ ഉണ്ട്. കുറെ മറ്റേ അടുക്കളയിൽ പോയിട്ട് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇതെടുത്ത് ഇതിന്റെ പുറത്ത് കുറെ മറ്റേ കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പരിചയമായി. പിന്നെ കാർഡ്ബോർഡൊക്കെ വെട്ടി വാളായി. അങ്ങനെ ഇഷ്ടംപോലെ വാള്, പരിചയ, കുന്തം, കുടച്ചക്രം എല്ലാം ആയി. കുറെ സാരി എടുത്തിട്ട് ജനൽ കർട്ടനൊക്കെ പോലെയൊക്കെ ആക്കി. യു വോണ്ട് ബിലീവ്, ഇത് കണ്ട് കർട്ടൻ പൊങ്ങിയതും അവിടെ അധ്യാപകർ ഈ ജഡ്ജിയായിട്ടിരുന്നവര് തന്നെ ഞെട്ടിപ്പോയി. ഈ ഫസ്റ്റ് കർട്ടൻ പൊങ്ങുമ്പോൾ തന്നെ കൊട്ടാരത്തിന്റെ സെറ്റാണ്. അന്ന് വരെ ആ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സെറ്റില്ല. പിന്നെ കയറി വരുന്ന രാജാപ്പാട്ടാണ്. ആ രാജാവ് മെയിൻ റോള് നമ്മളല്ലേ എടുക്കുന്നുള്ളൂ. മാളും പരിചയൊക്കെ ആയിട്ട് ഊരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നത്. അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയതൊന്നും അവിടെ ഈ ജഡ്ജി കണ്ടിട്ടേ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ വേഷവിധാനം ഇതെല്ലാം കണ്ട് ഫസ്റ്റ് അടിച്ച് കഴിയുന്നത്. അപ്പൊ എന്താ പഠിക്കട്ടെ?
എത്ര വലിയ കോമ്പറ്റീഷൻ ആണെങ്കിലും അതിനകത്ത് ഒരു ബ്രില്യൻസ് നിങ്ങൾ കൊണ്ടുവരിക. ഇത് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് ആരായിക്കട്ടെ, അത് കുടുംബജീവിതത്തിൽ ഭാര്യയായിരിക്കാം, ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഇന്റർവ്യൂ പോലെ ഇരിക്കുന്നവരായിരിക്കാം, മാർക്കറ്റിങ്ങിന് പോകുമ്പം എതിരിക്കുന്ന ക്ലയന്റ് ആയിരിക്കാം. അവിടെ നിങ്ങൾ അവരെ വീഴ്ത്താനുള്ള ഒരു സാധനം ഉണ്ടാവും. അത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യണം. അവരെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റമായിട്ട് വേണം അവിടെ കയറി. അന്നേ പഠിച്ചത് 6ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചതാണ്. അങ്ങനെ സിനിമയിലേക്കുള്ള സ്പാർക്ക് അവിടെ കിടക്കണം. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ സിനിമയിൽ പോകണം. അന്ന് ഈ ഗൂഗിളൊന്നും ഇല്ല അന്വേഷിപ്പിക്കാനായിട്ട്. എൻ്റെ ഒരു അധ്യാപകൻ, ഞാൻ അധ്യാപക ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ അമ്മ ഒക്കെ ടീച്ചേഴ്സാണ്, സിസ്റ്റർ എൻ്റെ ബ്രദർ ഒക്കെ ടീച്ചേഴ്സാണ്. ഇവരാരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല നീ പോടാ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോടാ, അല്ലെങ്കിൽ ഫൈനാൻസ് കോളേജ് ആരും പറഞ്ഞില്ല. സ്കൂൾ വെച്ച് കവിത എഴുതുമായിരുന്നു, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റ് വരെ പോയിട്ടുണ്ട്. ആരും പറഞ്ഞില്ല നീ പോയി അടുത്ത എന്താണ് കടമനിട്ടയാവുന്നോ അല്ലെങ്കിൽ മറ്റൊരു കവിയാവാനോ ആരും പറഞ്ഞില്ല. സാധാരണ കണക്കിന് കൊള്ളാവുന്ന കാരണം നേരെ എഞ്ചിനീയർ ആവേണ്ടി വന്നു. എൻ്റെ ബ്രദർ നേവൽ ആർക്കിടെക്റ്റായിരുന്നു, ഞാൻ നേവൽ ആർക്കിടെക്റ്റായി. കരിയർ ഡിസൈൻ എൻ്റെ ചോദിച്ചാൽ 0. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് പിന്നെ കലാപരിപാടികളായിരുന്നു. കാര്യം കലാപരിപാടി നടത്താനുള്ള കാരണം ഈ ഡ്രൈ ക്ലീനിങ്ങിന്റെ ഷോപ്പിനകത്ത് എനിക്ക് കാശ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഗ്രാം, അവിടെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം നടക്കുന്നതിന്റെ പിറ്റേന്നാണ് അവിടുത്തെ മെയിൻ ബിസിനസ് മുഴുവൻ നടക്കുന്നത്. അപ്പൊ അവിടെ എന്റെ പെട്ടിയിൽ കാശ് വിട്ടെങ്കിൽ അവിടെ പ്രോഗ്രാം നടക്കും. ഞാനായിട്ട് 52 പ്രോഗ്രാം ആ ഇവന്റ് അവിടെ നടത്തിയിട്ടുണ്ട്. എല്ലാവരും കേൾക്കുന്നത് കലയോടുള്ള അമിതമായ സ്നേഹം. ആർട്സ് ക്ലബ്ബ് നേരെ ഞങ്ങളുടെ കടയുടെ മുകളിലാണ്. അപ്പൊ ഞാൻ അവിടെ പോവുക, ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കുക, പ്രോഗ്രാം നടത്തുക, എല്ലാ ഹോസ്റ്റലിനെ കൊണ്ട് ഹോസ്റ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് ആർക്കും അറിയത്തില്ല ഇതിന്റെ പിന്നിൽ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉള്ള കാര്യം. അപ്പൊ അവിടെ കൊണ്ടുപോയി ഇഷ്ടംപോലെ കാശ് വരും. ഈ കാശ് ഞാൻ പോയി ഞാൻ സാധനങ്ങളൊന്നും വാങ്ങി കൂട്ടുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല. കിട്ടിയെടുത്ത് തന്നെ കൊടുക്കുക. അപ്പം ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് പോയാൽ ഒരിക്കൽ പോലും ഞാൻ അവരെ കൊണ്ട് കാശ് കൊടുപ്പിക്കത്തില്ല. കാര്യം അവരുടെ പണം എന്നിലേക്ക് വന്ന് ഞാൻ തിരിച്ച് അവർക്ക് തന്നെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നു. ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോയപ്പോഴാണ് നമ്മുടെ ഈ ജോലി കിട്ടുന്നതും പോകുന്നതും സുഹൃത്തിനെ കണ്ടതും ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഇതെന്താ പ്രശ്നം വെച്ചാൽ കരിയർ ഡിസൈൻ റോങ് ആയതുകൊണ്ട് പറ്റിയൊരു സംഭവമായിരുന്നു. എനിക്ക് എൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോകാൻ പറ്റിയില്ല, ഈ സിനിമയിലേക്ക് പോകാനേ പറ്റിയില്ല. കാര്യം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 6 മാസം ഞാൻ ശ്രമിച്ചതാണ്. കമൽ സാറിന്റെ പറയാൻ ഞാനും ദിലീപും നടൻ ദിലീപും ഒരേ ദിവസം വിഷ്ണു ലോകത്തിന്റെ ഷൂട്ടിന് പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ രണ്ടുപേരും 2 ദിവസം ലേറ്റ് ആയിട്ടാണ് ചെന്നത്. പുള്ളി പറഞ്ഞതനുസരിച്ച് അന്ന് ഈ മൊബൈലൊന്നും ഇല്ല, കറക്റ്റ് ഷൂട്ട് ഡേ എന്ന് അറിയത്തില്ല. ഞാനെനിക്കകത്ത് ഷൂട്ട് തുടങ്ങി അറിയപ്പോഴാണ് നമ്മൾ വെട്ടിയെടുത്തോണ്ട് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നാൽ ഷൂട്ട് തുടങ്ങി പുള്ളി പറഞ്ഞ അടുത്ത പടത്തിൽ വരും. അടുത്ത പടം വെച്ചാൽ 6 മാസം കഴിയും. അങ്ങനെയാണ് ഈ ഷിപ്പിൽ പോയി 6 മാസം കഴിഞ്ഞ മാസം അമേരിക്കയിൽ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം സ്വപ്ന ദേശമാണ്. ഇവിടുത്തെ IIT നമ്മുടെ ഇന്ത്യയിലെ ബ്രെയിൻ ട്രെയിനിങ് നടക്കുന്ന മെയിൻ നടക്കുന്ന IIT എന്നാണ്. എല്ലാവരും ഈ നാഷണൽ എൻട്രൻസ് എഴുതി IIT ഏറ്റവും ബ്രെയിൻ ആകെ ആദ്യം പോകുന്നത് അമേരിക്കയ്ക്ക്. എന്തിനാ അമേരിക്ക പോകുന്നത്? ഭയങ്കര സാലറി. 78% ഓഫ് ദ അമേരിക്കൻ എംപ്ലോയീസ് ആർ അൺഹാപ്പി. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഈ സാലറി പ്രതീക്ഷിച്ച് പോകുന്നതാണ്. എൻ്റെ സുഹൃത്തെ, നിങ്ങൾക്കിടെ സാലറി ഞാൻ ഡബിൾ, നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു, നിങ്ങളുടെ സാലറി ഞാൻ 3 ഇരട്ടിയാക്കി. പക്ഷേ നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾ 4 ഇരട്ടിയാക്കി. അത് കൊല്ല കാര്യം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സാലറി എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സാലറി 10,000 രൂപ ആയിക്കോട്ടെ, 1,00,000 രൂപ ആയിക്കോട്ടെ, ആദ്യം 10% മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് ഡിസൈൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണത്തിന് ബഡ്ജറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബഡ്ജറ്റ് ഉണ്ടാവണം. ഇതിനകത്ത് സ്വന്തം കാലിൽ ജീവിക്കുന്ന ഒന്ന് കൈവെക്കാം. സ്വന്തം കാശിന് ഇവിടെ വന്ന് ഈ ഫീസ് കൊടുത്ത് പഠിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ, അത് പോട്ടെ. പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഡെയിലി 2 hours പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇല്ല, ഒരാൾ. ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഇതേ നിങ്ങൾ നാളെ യൂറോപ്പിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ 80 hours per month നിങ്ങൾ പോയി വർക്ക് ചെയ്യും. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ പോലെയാണ്. നിങ്ങൾക്കൊരു നെസസിറ്റി ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾ അച്ഛൻ ഇങ്ങനെ ഫീഡ് ചെയ്യാണ്. എൻ്റെ സുഹൃത്തെ, ഈ ഫീഡ് ചെയ്യുന്ന അച്ഛനാണ് ഇനി നാളെ നിങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ട കല്യാണം കഴിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, സ്ത്രീധനം വാങ്ങുന്നവനെ കെട്ടില്ല എന്ന് ഉറപ്പുള്ള പെൺപിള്ളേരൊന്ന് കൈവെക്കാം. എല്ലാവരും കൈവെക്കും. പിന്നെ ആരെങ്കിലും ഇവന്മാർക്കൊക്കെ പെണ്ണ് കിട്ടുമോ? കാര്യത്തെ പഠിച്ചിറങ്ങി ജോലി കിട്ടിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 വർഷം എടുക്കും അന്നത്തെ കാലത്ത് എനിക്ക് പെണ്ണിട്ടണമെങ്കിൽ.
ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം നടത്തണമെങ്കിൽ ഒരു 25 ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യാതെ കല്യാണം നടത്താൻ പറ്റത്തില്ലേ? ഇതിനൊക്കെ 25 ലക്ഷം രൂപ ഉണ്ടാക്കണം, എത്ര വർഷം സേവ് ചെയ്യണമെങ്കിൽ. ശമ്പളത്തിന് അതുപോലെ ശമ്പളം കിട്ടിയാലും കടം വാങ്ങി ജീവിക്കുന്ന അണ്ണന്മാരത്. ഫിനാൻസ് മാനേജ്മെന്റ് സീറോ ഉള്ള പാർട്ടികൾ സ്ത്രീധനം വാങ്ങില്ല, പിന്നെ അച്ഛൻ കൊടുക്കണം. ഇതുപോലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. എന്റെ അടുത്ത നെക്സ്റ്റ് 5 ഇയർ പ്ലാൻ എന്ത്, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് തരുന്ന ഒരു അക്കാഡമിക് സിസ്റ്റം നമുക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഞാൻ തുറന്നു പറയുന്നത് സ്വന്തം കാലിൽ ഒരാളുടെ പോലും സ്ത്രീധനം വാങ്ങാതെ. അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ആന്റി ഡൗറി പോളിസി ഉണ്ട്. സ്വന്തം കാലിൽ ഒരു പെൺകുട്ടിയെ നോക്കാൻ കെൽപ്പില്ലാതെ എന്തിനാ പെണ്ണ് കിട്ടുന്നത്? അത് ആദ്യത്തെ ചോദ്യം. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം നടക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇനി നേരത്തെ വാങ്ങി കെട്ടി വന്നവനാണെങ്കിൽ അതിന്റെ പേരിൽ നാളെ ഒരു പീഡനത്തിന്റെ ഒരു ചെറിയ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ജോബിൽ പോവുക മാത്രമല്ല, they have signed a contract. We will file a case against അവർക്ക് ആ പെൺകുട്ടിയുടെ പേരിൽ കേസ് നടത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് we have legal cell. അത്രയും ശക്തമായ HR സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, HR ഫീച്ചേഴ്സിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അത് മാറണമെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഡിസൈൻ മാറും. നിങ്ങളൊക്കെ നാളെ ഓണ്ടർപ്രണേഴ്സ് ആവും. ഈ ഓണ്ടർപ്രണേഴ്സ് ആകുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ഓണ്ടർപ്രണേഴ്സിനും വലിയ പ്രശ്നം എന്ന് അറിയാം, ഒന്നായി കഴിഞ്ഞാൽ പിന്നെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം അടിമകളാണ്. ആ രീതിയിലാണ് കാണുന്നത്. എനിക്ക് കിട്ടുന്നതിന്റെ 90% അല്ല 95% ഞാൻ കിട്ടും. ബാക്കിയുള്ളവർ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇതാണ് മൈൻഡ് സെറ്റ്. നോ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു പാർട്ട്ണറെ കിട്ടുന്നുണ്ട്. വിവാഹം കഴിക്കുന്ന അന്ന് തൊട്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നതിന്റെ 50% പാർട്ട്ണർക്ക് അവകാശപ്പെടാണ്. ഇതുപോലെ ആയിരിക്കണം ഒരു ഓണ്ടർപ്രണർ സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ എവറി എംപ്ലോയി യു ഷുഡ് ട്രീറ്റ് ആസ് യുവർ പാർട്ണർ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ 50% ആ പാർട്ണർക്ക് കൊടുക്കത്തുള്ളൂ. ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു എംപ്ലോയി ആയിരിക്കും, 50% മാറ്റി വെക്കും. നാളെ 2 ആയി. ആ വ്യക്തി കൊണ്ടുവരുന്നതിന്റെ 50 പുള്ളിക്ക് കൊടുക്കുക, 50 നിങ്ങൾ എടുക്കുക. ആ 50 വെച്ച് അങ്ങനെ നാളെ 100 പേര് വരുമ്പോൾ അവരുടെ എല്ലാം 50 നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് അത് പോരെ ജീവിക്കാൻ? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് യു ലൈക്ക് ഇഡ്ഡലി, ഭാര്യ കൊണ്ടുവന്നിട്ട് ഇഡ്ഡലി കൊണ്ടുവന്ന് മേശപ്പുറത്ത് ഒരു 50 ഇഡ്ഡലി കൊണ്ടുവെക്കുക. എത്ര ഇഡ്ഡലി കഴിക്കും? 2 ഇഡ്ഡലി കഴിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഡോക്ടർ മറ്റേ എഴുതിയിട്ടുണ്ട്, ഷുഗർ കൂടുന്നുണ്ട്, 2 കൂടുതൽ കഴിക്കരുത്. ഇപ്പൊ 2 ഇഡ്ഡലി കഴിക്കാം. ബാക്കി ഇഡ്ഡലി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നു? എടുത്ത് ഫ്രിഡ്ജ് വെക്കും, എടുത്ത് പശുവിന് കൊടുക്കും. പശുവിന് കൊടുത്താൽ പിന്നെ പശുവിന് എൻജോയ് ചെയ്തു. അത് മറ്റുള്ളവർക്ക്, അവിടെ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അവിടെ ഗാർഡനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ആർക്കെങ്കിലും അടുത്ത വീട്ടിലേക്ക് കൊടുത്ത് അതൊരു നമ്മുടെ ഒരു സഹജീവി കഴിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. ശരിയല്ലേ? ഇതുപോലെ ആയിരിക്കണം ധനവും. ഇതുപോലെ തന്നെയാണ്. ഈ ബാങ്കിൽ അക്കൗണ്ടിൽ ഇങ്ങനെ സീറോകൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ട് അത് യൂസ് ചെയ്യപ്പെടുമ്പോഴാണ്, അത് ആരുടെയെങ്കിലും കയ്യിലേക്ക് എത്തുമ്പോഴാണ് അതുകൊണ്ടുള്ള ഗുണം വരുന്നത്. അത് നിങ്ങൾക്കറിയാവുന്നതിലേക്ക് എത്തുമ്പോഴാണ്. ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ബാങ്കുകാർക്ക് അറിയാതെ എങ്ങനെ കൊടുക്കണമെന്ന്. ബാങ്കുകാർ വളരെ നൈസായിട്ട് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് തൊഴിലൊക്കെ ഉണ്ടാവപ്പെടും ആ മണി വെച്ച്. പക്ഷേ അതിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ്. അതിന് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞ സാധനം, അതൊരു ക്വാളിറ്റി എന്താണ്, നിങ്ങളുടെ ക്യാരക്ടർ ഡിസൈൻ്റെ മെയിൻ ഒരു എലിമെന്റ് ആയിരിക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കാൻ തോന്നുന്നു, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ഈ ഷെയർ ചെയ്യുന്നത് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ എംപ്ലോയി ഒരു 100 രൂപ ലാഭം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ അടിമയല്ല, അവൻ എൻ്റെ പാർട്ണറാണ്. അവൻ ഉണ്ടാക്കിയ 100 രൂപയിൽ 50 രൂപ അവന് അവകാശപ്പെട്ടതാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞ് കൊടുക്കുമ്പോൾ മാത്രമേ, ഇല്ല വിദ്യ കൊടുക്കും തോറും ഏറിടുന്ന തോന്നുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. അതിങ്ങനെ കൊടുത്ത് നാളെ ആ ഒരു എംപ്ലോയി നിങ്ങളിത് ചെയ്ത് കാണുമ്പോൾ അവൻ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നു, നിങ്ങൾ ബിസിനസ് വളരുന്നു, നിങ്ങൾക്ക് കൂടുതൽ എംപ്ലോയീസിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഓരോ എംപ്ലോയി നിങ്ങളും വളരുന്നുണ്ട്, അവരും വളരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ തുടക്കം തൊട്ടുള്ള പോളിസിയാണ്. ലോകത്തിൽ 50% എംപ്ലോയീസ് സ്ഥാപനമാണ്. ഞങ്ങൾ കമ്പനി എന്നല്ല വിളിക്കുന്നത്, എൻ്റെ ഫാമിലി എന്നാണ്, ഏരിയസ് ഫാമിലി എന്നാണ് വിളിക്കുന്നത്. അവിടെ എൽഡസ്റ്റ് ബ്രദറായിട്ടാണ് ഞാൻ എന്നെ ഫേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ എല്ലാ പ്രോബ്ലംസും ഞാൻ ആ മാനേജ്മെന്റ് സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ബുക്ക് നോക്കിയിട്ടില്ല. ഒരു ബുക്ക് മാനേജ്മെന്റ് സ്കൂളിൽ പോയാലും ഇത് കിട്ടത്തില്ല. എൻ്റെതായ മാനേജ്മെന്റ് സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം അതിനകത്ത് വളരെ സിമ്പിളാണ്, അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് കമ്പനിയല്ല, അതൊരു കുടുംബമാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ ചിലപ്പോൾ കൗരവന്മാരുണ്ടായിരുന്നില്ല, 100 പേര്.
101 പേരുണ്ടായിരുന്നില്ല ഗൗരവ കുടുംബത്തിൽ. അപ്പം ദുര്യോധനൻ എന്താ ചെയ്യുന്നത്? കൂടെ ഉള്ളവരെ എല്ലാം അതുപോലെ നോക്കുമായിരുന്നു. അപ്പം എൻ്റെ കുടുംബത്തിലെ ദുര്യോധനായിരിക്കണം ഞാൻ. എല്ലാവരെയും ഒരുപാട് കൊണ്ടുപോകണം. അതിനിപ്പം 100 എന്നുള്ളത് നാളെ 1000 പേരുണ്ടാവും, 10,000 പേരുണ്ടാവും. അവരെ എല്ലാം ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടാവണം. നിങ്ങൾ സ്ഥാപനം തുടങ്ങുമ്പോൾ യു ഷുഡ് ഹാവ് എ പോളിസി. അത് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ISOയിലേക്ക് കയറുമ്പോഴാണ് ഈ പോളിസീസ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടും. അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. എന്താണ് ISOയും എന്താണ് ISO അല്ലാത്ത കമ്പനി ആയിട്ടുള്ള? ഞങ്ങളുടെ കമ്പനി തുടങ്ങുന്ന സമയത്ത് ISOയിലേക്ക് നമ്മൾ ആദ്യം കയറുന്നില്ല. ആദ്യത്തെ ഒരു 4 വർഷം വി റാൻ ദ കമ്പനി വിതൗട്ട് ISO. യു വോണ്ട് ബിലീവ്, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ KSRTC ബസ്സിൽ പോകണമെങ്കിൽ എത്ര സമയം എടുക്കും? അപ്രോക്സിമേറ്റ് 12 മണിക്കൂർ. കാസർഗോഡ് 10 മണിക്കൂർ എടുക്കത്തില്ല. അവിടെ നിന്ന് കയറി അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ട് എന്തായിരിക്കും? ഒരു വഴിക്കാവും പോയി കിടന്ന് ഒരു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും, ശരിയല്ല? അതേസമയം നമ്മുടെ വന്ദേ ഭാരതിനകത്ത് കയറി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നില്ല, നിസ്സാരം കാര്യം. ഡിഫറൻസ്. വന്ദേ ഭാരത് പോട്ടെ, ഒരു ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് പോകാം. ടൈം കുറവാണ്, കോസ്റ്റ് കുറവാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് തന്നെയാണ് ISO സിസ്റ്റത്തിനകത്ത്. പക്ഷേ റെയിൽ സിസ്റ്റത്തിനകത്ത് എന്താ വേണ്ടത്? ആദ്യം നിങ്ങൾ കുറച്ച് മെനക്കെടണം. ഒരു റെയിൽ ഇടുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിരിക്കും. ഇന്ത്യൻ റെയിൽവേ മാത്രമേ ഉള്ളൂ ഈ സമയത്തിന് ചെല്ലാത്തത്. ജപ്പാനിലും ആനുവൽ ഡിലേ ഇസ് ലെസ് ദാൻ 18 സെക്കൻഡ്സോ മറ്റാണ്. ഇത്രയും എഫിഷ്യന്റ്. അതാണ് എഫിഷ്യൻസിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ആദ്യം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സമയം. സമയത്തിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമേ പരാജയമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മോട്ടോ തന്നെ ടൈം ഈസ് മണി, വി കൗണ്ട് ഈവൻ സെക്കൻഡ്സ്. ഞാനിത് പഠിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ പഠിപ്പിച്ചത് ജർമ്മൻസാണ്. ജർമ്മൻസിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ച ആദ്യത്തെ ലെസൺ പങ്ക്ച്വാലിറ്റി. ഞങ്ങളുടെ എല്ലാ പ്രൊഫസേഴ്സും റോസ്റ്റോക്കിൽ നിന്ന്, ഈസ്റ്റ് ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. പട്ടാള ചിട്ടയിൽ വളർന്ന ആൾക്കാർ, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് തഴക്കവും പഴക്കവും കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വന്നില്ല. അവർ ഇംഗ്ലീഷൊക്കെ പഠിച്ച്, ഞങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിച്ച് എല്ലാം പരാജയപ്പെട്ടു. അതുകൊണ്ട് അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഞങ്ങളെ ഇംഗ്ലീഷ് എല്ലാ ടെക്നോളജിയും പഠിപ്പിക്കുക. പക്ഷേ ഒരു ലാംഗ്വേജും ആവശ്യമില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഞങ്ങൾ പഠിച്ചിറങ്ങുന്നവരെ രാവിലെ 9 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ, അവരെ സംബന്ധിച്ച് 9 മണി എന്ന് പറഞ്ഞാൽ 8 hours 59 minutes and 60 seconds. Not even 1 second delay. ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഇന്ത്യയിൽ 2 സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. അവർ സൂപ്പർ സ്റ്റാർ ആവുന്നതിന്റെ മെയിൻ കാരണം അവർ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 അഭിനേതാക്കളായതുകൊണ്ടൊന്നുമില്ല. വെരി ഗുഡ് ആക്ടേഴ്സ്, ബട്ട് അവരെ ഇൻഡസ്ട്രി റെസ്പെക്ട് ചെയ്യുന്നത് സമൈക്ക പൂജാരീസ്, അമിതാഭ് ബച്ചൻ ആൻഡ് രജനീകാന്ത്. യു ക്യാൻ ചെക്ക് വിത്ത് ദ ഇൻഡസ്ട്രി കാര്യം. അവരെ കൊണ്ട് ഇൻഡസ്ട്രിക്ക് ഒരു തലവേദനയില്ല. അവർ അത്രയും പങ്ക്ച്വലാണ്. ആ പങ്ക്ച്വാലിറ്റി മേക്സ് എ ബിഗ് ഡിഫറൻസ്. അത് ക്രിയേറ്റ് റെസ്പെക്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഐ എം ഗോയിങ് ടു പ്ലേ എ വീഡിയോ കോൾഡ് എഫിസ്. അത് എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റ്. എൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് സബ്ജക്റ്റാണ്. നമ്മളുടെ എല്ലാ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ എഫിഷ്യൻസിയെ ബേസ് ചെയ്തു. കാര്യം ഏത് സ്ഥാപനത്തിലും, അതിന് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർവീസ് സ്ഥാപനം ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് സ്ഥാപനം ആയിക്കോട്ടെ, the performance of the company or the profit of the company depends on the performance of the employees. The most expensive tool or a most important tool in the company is the HR. ഈ HR-നെ നിങ്ങളെല്ലാം ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിന്റെ HR-നകത്ത് വരുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ലാഭം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയി. ബട്ട് ഈ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയും. ഈ എഫിഷ്യൻസിയെ മെഷർ ചെയ്യാൻ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത്? സോ എൻ്റെ ആദ്യത്തെ ജോബ് ആ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഒരു സ്കെയിൽ ഉണ്ടാക്കുന്നത്. അത് സ്റ്റാർട്ടഡ് വിത്ത് 40 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇന്ന് വി ഹാവ് ഐഡന്റിഫൈഡ് ഓൾമോസ്റ്റ് 200 പാരാമീറ്റേഴ്സ് ആണ്. ഇതിൽ ഓരോ പാരാമീറ്ററും നിങ്ങളുടെ എഫിഷ്യൻസി ഒരു ബക്കറ്റായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഔട്ട്പുട്ട്. പക്ഷേ അതിനകത്തുനിന്ന് ട്രെയിൻ ഹോൾസ് ആണ് ഇതല്ല 200 അത് പ്ലഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ട്രെയിൻ ചെയ്ത് പോകും. നിങ്ങളുടെ ഇൻഎഫിഷ്യൻസിയിലേക്കും നിങ്ങളുടെ ലോസിലേക്കും എല്ലാം നയിക്കുന്നത് ഈ ട്രെയിൻ ഹോൾസ് ആണ്. ഇത് ഓരോന്നും പ്ലഗ് ചെയ്യുന്നതാണ് എഫിഷ്യൻസിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. അത് ഒരു സുപ്രഭാതത്തിൽ പറ്റത്തില്ല. ഈ ഓരോ ട്രെയിൻ ഹോൾ അടയ്ക്കുന്നതും നിങ്ങളുടെ മേജർ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ്, 100ഓളം ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഉണ്ട്.
ഈ ഓരോ ഡെഫിഷ്യൻസി പ്ലഗ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓരോ ഹോൾസ് അടയും. ഇതുപോലെ പല സ്കിൽ ഡെവലപ്മെന്റ് പാർട്ടായിട്ടുള്ള ഡ്രെയിൻ ഹോൾസ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് 200ഓളം പാരാമീറ്റേഴ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ പ്ലഗ് ചെയ്യാം? അപ്പം സയന്റിഫിക്കലി പറയുന്നത് ഒരു ഹോള് അടയ്ക്കാനായിട്ട്, അതായത് നിങ്ങൾ ഒരു ശീലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇന്ന് വിചാരിക്കുകയാണ് ഓക്കെ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, നാളെ ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല, ഒരു ദിവസം നിങ്ങൾക്ക് നിർത്താൻ പറ്റും. പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് റിട്രീവ് ചെയ്യണമെങ്കിൽ 22 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് ഹാബിറ്റ് ആവണമെങ്കിൽ 22 ഡേയ്സ്, അതാണ് ഓൺ ആൻ ആവറേജ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതുപോലെയാണ് ഒരു എലിമെന്റ് നിങ്ങളൊരു സ്ഥാപനത്തിൽ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം എടുക്കും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 22 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ഒരു മാസം കിട്ടുക. ഒരു മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്ലഗ് ചെയ്യാൻ. അങ്ങനെ ഓരോ ആഴ്ചയിൽ ഒരു എലിമെന്റ് എടുക്കുക, ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരു 5 വർഷത്തെ പ്രോസസ്സാണ് ഈ 200 ഡ്രെയിൻ ഹോൾ ഒരുവിധം ഒന്ന് ടൈറ്റ് ചെയ്യാൻ. എന്നാലും 100% നിങ്ങൾക്ക് ടൈറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ തവണ ടൈറ്റ് ചെയ്യുമ്പോഴും ഒരു 0.01 നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങളുടെ എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും. അത് എന്തൊക്കെ ഈ പാരാമീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒറ്റയടി പറയാൻ പറ്റില്ല, സമയമില്ല. 1-2 സാധനം ഞാൻ പറഞ്ഞുതരാം. പാഠം 1 നമ്മൾ മലയാളം പണ്ട് പഠിക്കുമ്പോൾ തറ പറ എന്ന് പഠിക്കുന്ന പോലെ എഫിഷ്യത്തിനകത്ത് ആദ്യത്തെ പാഠം 1 പങ്ക്ച്വാലിറ്റി. ഇതിനകത്ത് ധൈര്യമായിട്ട് എണീറ്റുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ പറഞ്ഞ സമയത്തിന് അതായത് ടൈമിനെ ഞാൻ റെസ്പെക്ട് ടൈം. എൻ്റെ മുന്നിൽ സമയം എന്ന് പറയുന്ന ഒരു ഈശ്വരനാണ്, എൻ്റെ മുന്നിൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഐഡലാണ് എന്ന് സ്വയം വിശ്വസിച്ച് എവിടെയും ഞാൻ ഇന്ന് വരെ ഒരു മിനിറ്റിൽ 1 സെക്കൻഡ് ലേറ്റായിട്ട് ചെന്നിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയാവുന്ന ഒരാളുണ്ട്. ഉണ്ടാവില്ല, 100% ഉറപ്പാണ് ഉണ്ടാവില്ല. ഇതാണ് ഇതിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇതിന് നിങ്ങൾക്ക് GST കൊടുക്കണം. നിങ്ങൾ നാളെ തൊട്ട് തീരുമാനിക്കുകയാണ്, ഇന്ന് കഴിഞ്ഞു, നാളെ മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ എത്തും. അറ്റ്ലീസ്റ്റ് ഗേൾ ഫ്രണ്ട്സ് പറയാൻ വേണ്ടി ചെല്ലടി സമയത്തിന്. അതുപോലെ കൃത്യമായിട്ട് ചെയ്യാത്ത പാർട്ടികളാണ്. ഒക്കേഷനിൽ കിട്ടുന്നവരെ നേരത്തെ പോയി കഥ കെട്ടി നിൽക്കും. അങ്ങനെയല്ല. നമ്മൾക്ക് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ കൃത്യമായിട്ട് വരും. അതെല്ലാവരും നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. നമുക്ക് എക്സ്ക്യൂസുകൾ കാണാം, ലേറ്റ് ആവാൻ, ട്രാഫിക് ബ്ലോക്ക്, ആ സമയത്ത് മറ്റേയാളെ വിളിച്ച് കിട്ടിയില്ല, പല റീസൺസ് ഉണ്ടാവും. യു നീഡ് ടു ആൻസിപ്പേറ്റ് ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ടാണ് രജനീകാന്തിനെ പോലുള്ളവർ ഒരു സ്റ്റുഡിയോയുടെ മുന്നിൽ പോയി 15 മിനിറ്റ് മുമ്പേ പോയി പലപ്പോഴും നിൽക്കാറുണ്ട്. 8 മണിക്കാണ് അവരുടെ കോൾ ഷീറ്റ്, 7:45 തന്നെ പുള്ളി ഗേറ്റിന് നിൽക്കും. കാര്യം ആ 8 മണി കമ്മിറ്റ് ചെയ്ത സമയത്ത് അവിടെ കയറണം. നമ്മൾ പലപ്പോഴും സിനിമയ്ക്ക് കൃത്യമായിട്ട് പോകാറില്ല. നിങ്ങൾക്ക് അറിയാം, ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ അത് രണ്ടാമത് പ്ലേ ചെയ്തില്ല. ആ സിനിമയ്ക്ക് കൃത്യമായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കിന് എന്താ പോകാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ജീവിതത്തിൽ ആദ്യത്തെ പാഠം ഇന്ന് ഇവിടുന്ന് പോയ ഈ പ്രസംഗം കൊണ്ട് കേട്ടിരുന്ന് ബോറടിച്ചവരുണ്ടാവും. എന്നാലും എന്തെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ടൈമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി അതിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ ഇന്നത്തെ എൻ്റെ ടോക്കിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ 2 മണിക്കൂർ, വിലയേറിയ 2 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് ടേക്ക് ബാക്ക് ഇല്ലെങ്കിൽ എന്ത് കാര്യമാണ്? നാളെ മുതലെങ്കിലും പങ്ക്ച്വാലിറ്റിയിലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. 1 മാസം കൊണ്ട് ബിക്കം എ പങ്ക്ച്വൽ പേഴ്സൺ. ഇത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ പങ്ക്ച്വാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരാഴ്ച പോലും എടുത്തിട്ടില്ല. 100% പങ്ക്ച്വാലിറ്റിയിലേക്ക് വന്നു. അതായത് ഇത് നാളെ തൊട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് തുടങ്ങി. നമ്മുടെ ലൈഫിൽ മൊത്തം നമ്മുടെ ക്യാരക്ടറിനെ മാറ്റും. നമ്മൾ കൃത്യമായിട്ട് ഏത് ക്ലയന്റ് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്തിന് അവിടെ എത്തും. ഒരു റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ കൃത്യസമയത്ത് കൊടുക്കും. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് ക്ലയന്റ് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഇന്നും ഞങ്ങളെ വിളിച്ച് ഒരു ജോബ് തരുന്നത് ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ക്ലയന്റ് വേറെ അടുത്ത് പോകും. കാര്യം നമ്മളെ സർവീസ്, നമ്മുടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ പാറ്റേണിലൊന്ന് കൃത്യനിഷ്ഠയാണ്. അങ്ങനെ ഈ 100 ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് നമ്മൾ കറക്റ്റ് തരുമ്പോൾ വി ഓൾവേസ് ഗോട്ട് ആൻ അപ്പർ ഹാൻഡ് വിത്ത് അതേഴ്സ്. ഞാൻ നേവലാടിക്കലിലേക്ക് ഗൾഫിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്നും ഇന്ത്യക്കാർക്ക് കമ്പനിയൊന്നുമില്ല. കാര്യം ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. സായിപ്പന്മാർ മാത്രം മേലോട്ടിരിക്കുന്ന ഫീൽഡിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പൊ എല്ലാവരും ചോദിച്ചു സായിപ്പിക്ക് ചോദിച്ചു സായിപ്പിന്റെ അടുത്ത് പോയിട്ട് വേണം ഈ പണി പിടിക്കാനായിട്ട്. അവിടുന്ന് ഞങ്ങൾ തുടങ്ങിയ ജേർണി ഇന്ന് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മെയിൻ ജോബ് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സിസ്റ്റിംഗ് കപ്പലുകളെല്ലാം ഗ്രീൻ ഷിപ്സ് ആയിട്ട്. അപ്പോൾ ഒരു കപ്പലുകൾ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാകും. അത് എയർ പൊല്യൂഷനാകും, വാട്ടർ പൊല്യൂഷനൊക്കെ ഉണ്ടാകും. ഈ പൊല്യൂഷൻ ഇല്ലാത്ത കപ്പലുകളാക്കി മാറ്റിയേ പറ്റും. അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. അപ്പം കപ്പലുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റാനായിട്ട്. ഇതിനുവേണ്ടി മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ വർക്കാണ് ഇതിനകത്ത്. ഓരോ ഷിപ്പിനകത്ത് 3-4 മില്യൺ സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു ഷിപ്പിനെ മാറ്റിയെടുക്കാൻ.
ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നമ്മൾ ചെയ്യണം, ഇതിന്റെ പ്രോജക്ട് മാനേജ്മെന്റ് നടത്തണം. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനം മൊത്തം ഇന്ത്യൻസ് ആണ്, 99.9% ഇന്ത്യൻസ് ആണ്. അതിനകത്ത് മെജോറിറ്റി മലയാളികളാണ്. ഈ ഇന്ത്യൻ മാൻ പവറിന് ഞങ്ങളുടെ അടുത്ത് വരുമ്പം നിങ്ങളെ പോലുള്ള സാധാരണ ആൾക്കാരായിരുന്നു. അവരെ ഞങ്ങൾ മോൾഡ് ചെയ്ത് അവരുടെ ക്യാരക്ടർ മാറ്റി, ക്ലയൻസുമായിട്ട് ഡീലിംഗ് മാറ്റി, പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത്, മാൻഡേറ്ററി ട്രെയിനിങ് ആണ് എല്ലാ വർഷവും. അവരുടെ പഠനം കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് തീരുന്നില്ല. എല്ലാ വർഷവും ഒരു കണ്ടിന്യൂയിങ് എന്താണ് മാരിടൈം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അവർക്ക് നിരന്തരമായ ട്രെയിനിങ് കൊടുത്താണ് അവരെ കംപ്ലീറ്റ്ലി മാറ്റി. ഇന്ന് 3500-ലേറെ, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും ഞങ്ങളുടെ ഡീറ്റെയിൽസ്, 3500-ലേറെ വലിയ കപ്പലുകൾ ഞങ്ങൾ ഗ്രീൻ ഷിപ്പായിട്ട് മാറ്റി. ഇത് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ഒരു ഇന്ത്യൻ കമ്പനി ചെയ്യുമ്പം ഗ്ലോബലി കോമ്പറ്റേറ്റേഴ്സ് എല്ലാം സായിപ്പന്മാരാണ്. ഞങ്ങൾ കോമ്പറ്റേറ്റേഴ്സ് 1000 പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ എഫിസോ എന്ന് പറയുന്ന സീക്രട്ട് വെപ്പൺ ഉപയോഗിച്ചിട്ട് ഈ പ്രവർത്തിക്കുന്ന HR-ന്റെ എഫിഷ്യൻസി ഒന്ന് മാറ്റി. ആക്ച്വലി അവരുടെ വർക്കിംഗ് അവേഴ്സ് ഞങ്ങൾ കുറയ്ക്കുകയായിരുന്നു. ഞങ്ങൾ ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ റീവർക്ക് 43% ഒക്കെ ആയിരുന്നു. അതിന് 11% ആയിട്ട് കുറഞ്ഞു. ഈ 43% റീവർക്ക് വരുന്നിടത്ത് ക്ലയന്റിന് എന്ത് കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അത് പ്രോജക്റ്റ് ഡിലേ ആവും, ഫിനാൻഷ്യൽ ലോസ്, റെപ്യൂട്ടേഷൻ ലോസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും സ്വയം ക്വാളിറ്റി കൺട്രോൾ ഏറ്റെടുക്കുന്ന സ്റ്റേജിലേക്ക് വരുന്നൊരു പ്രോസസ്സാണിത്. പണി അറിയാത്തവൻ ബിജ് പണിയുന്നത് ബംഗാളി പണിയുന്നതും പണി അറിയാവുന്ന ബംഗാളി പണിയുന്നതും വ്യത്യാസമുണ്ട്, കണ്ടറിയാം. ഇതുപോലെയാണ് നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിരന്തരമായിട്ട് മാറണം. ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കണം. ദയവ് ചെയ്ത് ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ എല്ലാവരും വിചാരമുണ്ട് MBA ഡിഗ്രി കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം മറിക്കുന്നു, ഒന്നുമില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ MBA-ക്കാർ മാനേജ്മെന്റ് പല പോസ്റ്റും ഇതിൽ ബന്ധമായിരുന്നു. അതേസമയം ഞങ്ങൾ സ്ട്രാറ്റജി മാറ്റിയിട്ട് ഓരോ ക്യാമ്പസിലും പോയിട്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിനെ കിട്ടും, ഡിവിഷൻസിലേക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഓരോ ഡിവിഷനെ വെച്ച്. യു വോണ്ട് ബിലീവ് ഏറ്റവും ബെസ്റ്റ് പെർഫോമിങ്. ഞങ്ങൾ അവരുടെ മാർക്ക് ഷീറ്റ് നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. എന്താണ് ഡിഫറൻസ്? ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനകത്ത് നമ്മൾ അറിയാതെ ഒരു 25ഓളം ഡിസ്ട്രിക്റ്റ് വേണ്ട ക്വാളിറ്റീസ് ഉണ്ട്. അത് അവരറിയാതെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അത് സ്കൂൾ ലെവലിലോട്ട് കളിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ അതിലേക്ക് മെല്ലെ മെല്ലെ ഓരോ ക്രിക്കറ്റ് കളിക്കാരൻ്റെയും ആഗ്രഹം നാളെ ഒരു ക്യാപ്റ്റൻ ആവുന്നതാണ്. ഈ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്ക് ആ ടീം ബിൽഡിംഗ് എക്സസൈസ് തുടങ്ങും. ഒരു ക്രിക്കറ്റ് ടീമിനകത്ത് ഡിഫറെൻറ്റ്, അതായത് ബൗളേഴ്സ് വേണം, ബാറ്റ്സ്മാൻ വേണം, കീപ്പർ വേണം. എൻ്റെ ടീം ജയിക്കണം എന്നുള്ള ഫീലുള്ള ക്യാപ്റ്റൻ ആവശ്യമില്ലാത്ത ഒരാളെ പിടിച്ച് അവിടെ വെക്കത്തില്ല. കറക്റ്റ് ആളുടെ കാര്യം കളി ജയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പരിചയക്കാരൻ്റെ മാമൻ്റെ മോനെ പിടിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ കളി ഞാൻ ജയിക്കത്തില്ല. കളി അറിയാവുന്ന ബൗളർ അറിയണം, എറിയേണ്ട സമയത്ത് എറിയണം. എനിക്ക് കൃത്യമായ ടാർഗറ്റ് ഉണ്ട്, ഇത്ര റൺസ് നമ്മൾ സ്കോർ ചെയ്യണം. 20 ഓവർ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒരു ഇൻഡസ്ട്രിയിൽ 20 വർക്കിംഗ് ഡേയ്സ് കിട്ടുന്നത്. 5 ഡേ വീക്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ മിക്കവാറും ഓൺ ആൻ ആവറേജ് ഒരു 20-21 ഡേയ്സേ കിട്ടത്തുള്ളൂ. ഈ ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് ഒരു മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഇത് 20 ഓവർ ഒരു T20 മാച്ച് നടക്കുന്ന പോലെയാണ്. ആദ്യത്തെ 10 ഓവറിൽ ഞാൻ ആ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് കൂട്ടണം. അപ്പം അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാവണം. ഞാൻ ഇറ്റ്സ് എ പോളിഷ് ഗെയിം, അതായത് ഒരു ജെന്റിൽമാൻസ് ഗെയിമാണ്, അടിപിടിയൊന്നുമില്ല. ടൈം അതിനകത്ത് ക്രിക്കറ്റിന് മാത്രമല്ല, ഫുട്ബോളിനകത്ത് നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. ആ ലോസ് ആയ സമയം തരും. ക്രിക്കറ്റിനകത്ത് ടൈം വേസ്റ്റ് ചെയ്താൽ ദർ ഇസ് എ പെനാൽറ്റി. അതാണ് ക്രിക്കറ്റ്. ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ എറിയേണ്ട വ്യക്തി ഇത്ര സ്പീഡിൽ ഇന്ന ആൾക്കെതിരെ എറിഞ്ഞാൽ മാത്രമേ അതൊരു സ്ട്രാറ്റജി മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്റ്സ്മാൻ ആരാണെന്ന് പഠിച്ചാൽ മാത്രമേ പുള്ളി ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ, എറിയേണ്ട വ്യക്തി എവിടെയാണ്, അതിനനുസരിച്ച് ഫീൽഡ് സെറ്റ് ചെയ്യണം. ഓരോ ബോളിനും ഓരോ സെറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫീൽഡ് സെറ്റിംഗാണ് വേണ്ടത്. ഇതുപോലെയാണ് ഇൻഡസ്ട്രിയിലും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, നമ്മൾ പഠിക്കണം. നമ്മുടെ ഒപ്പോണന്റ് ആരാണ് എന്ന് പഠിച്ചുകൊണ്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. കിറ്റ് എടുക്കാൻ ക്യാപ്റ്റന്റെ ജോബാണ്. ആ കിറ്റിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം, ബാറ്റ് ബൗളറിൽ എല്ലാ സാധനവും ഉണ്ടാവണം. ഇത് ചെറുപ്പം തൊട്ടേക്ക് ഈ നമ്മൾ എല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനകത്ത് ബെയിൽസ് ഇല്ലെങ്കിൽ അന്ന് കളി വഷളാവും. ബെയിൽസ് ഉണ്ടാവണം, സ്റ്റംപ് ഉണ്ടാവണം, സേഫ്റ്റി ഗിയേഴ്സ്. ഇൻഡസ്ട്രിയിൽ മെയിൻ സാധനമാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. നിങ്ങൾക്ക് സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഹെൽമെറ്റ് വേണം, പാഡ്സ് വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്ക് വേണ്ട മെയിൻ കാര്യമാണ്. നിങ്ങൾ എഫിഷ്യൻ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ബോഡി, മൈൻഡ് ആൻഡ് കർമ്മ ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. എഫിഷ്യത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ഞാൻ വീഡിയോ കാണുന്നത് മനസ്സിലാവും. 24 hours 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1 for your body, 1 for your mind, 1 for your karma.
ആ 8 hours ജോബ് ഓൺ ആൻ ആവറേജ് വെച്ചിട്ട് 240 മണിക്കൂർ കിട്ടും. ഉറക്കത്തിനും എക്സസൈസിനും ഒക്കെ ആയിട്ട് 8 മണിക്കൂർ മൈൻഡ്, അതാണ് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 100 കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാം. നിങ്ങളുടെ ടാലൻറ്റ് പാഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആ സമയം ഉപയോഗിച്ചാണ്. ഞാൻ എൻ്റെ ലൈഫിൽ സിനിമയിലേക്ക് പോയതും എൻ്റെ കവിതാരചനയിൽ ഇപ്പം ഇന്ന് പോയിട്രിക്ക് എന്ന് വേൾഡ് റെക്കോർഡുള്ള വ്യക്തിയാണ്. ഇന്ന് കഴിഞ്ഞ 7 വർഷമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് കവിത, എല്ലാ ദിവസവും ഒരു കവിത എന്നെ സ്വാധീനിക്കുന്ന, ഇപ്പം ഒരുപക്ഷെ നാളെ എഴുതുന്നത് നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചായിരിക്കും. എന്നെ ഇന്ന് സ്വാധീനിച്ചത് ഈ സ്ഥാപനത്തിലെ പ്രവർത്തനവും നിങ്ങളെ ഒക്കെ കണ്ടതിന് ശേഷമുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചായിരിക്കും ഞാൻ നാളെ ഒരു കവിത എഴുതുന്നത്. അത് മ്യൂസിക് ഇട്ട് ഞാൻ പബ്ലിഷ് ചെയ്യും. ഇത് 5 പൈസ ഗുണമില്ല, ചിലവേ ഉള്ളൂ. ഗ്രാഫിക് ഡിസൈനർ കാശ് കൊടുക്കണം, മ്യൂസിക് ഡയറക്ടർ കൊടുക്കും. പക്ഷേ ഇത് എനിക്ക് തരുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇത് ഞാൻ എഴുതി പബ്ലിഷ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇന്ന് എൻ്റെ ഹാബിറ്റാണ് ഇത്. ഞാൻ എഫിസ് അനുസരിച്ചിട്ട് 7 വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ ടാർഗറ്റാണ്. ഞാൻ എൻ്റെ പാഷനെ ഡെവലപ്പ് ചെയ്യും. ഐ വിൽ സെറ്റ് എ വേൾഡ് റെക്കോർഡ് ഇൻ 5 years. ഐ വിൽ ഇറ്റ് വാസ് എ 5-year പ്ലാൻ. ഞാൻ ലിറ്റററി ഫീൽഡിൽ എനിക്ക് ഒരു സ്ഥാനം കണ്ടെത്തും. ഇത് ഞാൻ എനിക്ക് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ സ്വയം ഇട്ടൊരു ടാർഗറ്റാണ്. പിന്നെ എഫിസ് എന്നെ ചേസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എവറി ഡേ എഴുതി ഇന്ന് നോൺ സ്റ്റോപ്പായിട്ട് എഴുതി 1001 വേൾഡ് റെക്കോർഡ് എഴുതി. ഓരോ ദിവസവും സർജി ബുക്കൊക്കെയാണ് ഇതിന് മുമ്പ് 35 തവണ വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. ഞാൻ 1500 കൂടുതൽ തവണ എൻ്റെതായ വേൾഡ് റെക്കോർഡ് തകർത്തോണ്ടിരിക്കുക. ഓരോ ദിവസവും തകർക്കുകയാണ്. ഇത് നിങ്ങൾക്ക് നാളെ പറ്റും. പക്ഷെ അതിന് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ജീവിതത്തിലെ ലക്ഷ്യങ്ങളില്ലാത്തവർ എങ്ങും എത്തില്ല. അത് നിങ്ങൾ സ്വയം തീരുമാനിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അല്ലാതെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവനെ നോക്കിയിട്ടല്ല അവൻ അങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ട് പോകല്ല. നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യങ്ങൾ ഇടുക. അത് ആ ലക്ഷ്യം ഇടുമ്പോൾ അതെനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആം ഐ ഹാപ്പി ടുഡേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം യെസ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസത്തിനൊരു ടാർഗറ്റ് ഉണ്ടാവണം. ലൈഫ് ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഡേയ്സ്. ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ആകെ ജീവിക്കാൻ പറ്റുന്ന ഏകദേശം 1000 ദിവസങ്ങളാണ്. ആ ദിവസത്തിലെ ഓരോ ദിവസവും നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് അവിടെ എത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത്. യുവർ ഡെസ്റ്റിനി ഈസ് ഡിസൈഡ് ബൈ യുവർ കർമ്മ. കർമ്മ ക്യാൻ ബി ഡിസൈൻഡ്. നിങ്ങൾ നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ചാർട്ട് ചെയ്താൽ നാളെ മിക്കവാറും നിങ്ങളുടെയൊക്കെ ലൈഫിൽ 90% പ്ലാൻ ചെയ്യുന്നവർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് യുവർ ഡെസ്റ്റിനി ക്യാൻ ബി ഡിസൈൻഡ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളായിരിക്കണം തീരുമാനിക്കേണ്ടത്. നിങ്ങളത് പക്ഷേ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്യാതെ ഒരു ബിൽഡിംഗ് പണിയുന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ജീവിതം. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു വലിയ പരാജയമാണ്. ഇനി നമുക്ക് ചെറിയ ബ്രേക്ക്, അതൊരു വീഡിയോ കണ്ടു തുടങ്ങാം. എഫിസിന്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. താങ്ക് യു. Hi, I'm Mia Roy, and allow me to give you a brief overview on Efficem. Efficiency or competency in performance is a gifted talent for few, but for some, it's a culture. In this competitive world, efficiency is no less than a winning tool. Today, it's not just about survival of the fittest, as the future is meant for the efficient ones. With a growing competition in market, undoubtedly, only the best and the efficient ones shall lead the world, and it's up to us if we wish to be a leader or a follower. Laziness is the biggest enemy of any human being, which pulls him back and makes him lose the race for life, even after having immense potential to succeed. We have all heard of the story of the hare and the tortoise, where the tale teaches us don't brag about the lightning pace, as the slow and steady wins the race. But in this age of technological advancement, every second counts. The hare had the better speed, but lost his race to the systematic, slow-moving tortoise for the same reason. The day the hare develops the systematic qualities of the tortoise, it becomes a tortoise. He shall rule the race with a longer professional life expectancy. The questions remain: how can one achieve efficiency in professional life? Who can help you develop into a tortoise? And how long will it take you to reach there? Efficem or Efficiency Improvement System Management is the answer to this. With a vision of becoming the world's leader in its services, Aries Group of companies
took almost 6 years to develop an efficiency measuring tool incorporating 200 parameters to improve the efficiency of an individual or company through its research and development wing, Amory. This intriguing tool has now helped Aries to become the world's #1 in 5 fields while improving profit of the organization by up to even 3 times just through efficiency improvement. Based on the basic time management principle of 1:1:1 for body, mind, and karma, Ephism understands the individual's efficiency, changes their fundamental character, and improves it daily. The profit of any organization depends on its efficiency, which is decided based on the individual's efficiency. While following a 24-hour target system, individuals tend to automatically plan their daily, weekly, and monthly routine and review their targets within the allotted time. This also provides them an opportunity for introspection and continual improvements in all spheres of his or her life. Under the Ephism tree, every superior is required to review the daily targets of their subordinates within the first half an hour of the day and suggest necessary improvements in the set targets. Ephism allows real-time online information flow between various levels of management and also helps to track staff check-in times and working hours. Ephism also helps to supervise the work view reports for each employee and detect breaks and idle time, link hours and attendance information to payroll, show the online status of all team members, and generate reports on employee application and document usage. No extra hardware or dedicated server is required, and this can be used over the internet or on a local network, thereby creating a flexible and paperless working system. Ephism identifies the efficiency drain holes through over 200 parameters like planning, review, KPIs, health management, technology utilization, asset management, training, marketing, and entertainment. It automatically identifies and places the least performing 10% to danger zone and replaces the half of such individuals within 6 months if there is no improvement as desired. The effective health management system of Ephism can help reduce an individual's annual health bills, making the organization healthier. Ephism can even identify and convert underutilized manpower, clients, space, IPs, potential contacts, and inquiries into money. It also helps to reduce the number of working hours and costs while increasing the quality through efficiency improvement. Efficiency-centric modern network form encourages enhanced flexibility, increased trainee awareness and knowledge, higher value addition, maintenance of quality level, and increased trainee satisfaction. As part of the first phase of Ephism, a centralized IT center with 5 levels of security system, training center, and content development studio has been developed at Trivandrum Technopark. This will serve more than 300 companies in the location. To start with, Indiewood Billionaires Club ensures free software and training for its members, and few selected non-Indiewood Billionaires Club members as different industry representations. It has the potential to enlighten and transform individuals, families, companies, industries, and countries as per today's needs. So let's dream about an efficient world where every human being turns out to be a hard choice through Ephism to live in a paradise of our choice before we die. See, ഈ എഫിസത്തിന്റെ എലിമെന്റ്സ് ഉള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടു കാണും, KCL കേരള ക്രിക്കറ്റ് ലീഗ് കണ്ടില്ലേ? KCLിലെ വിന്നേഴ്സ് ആരായിരുന്നു? കൊല്ലം ടീം. വി വോണ്ട് ദ കൊല്ലം ടീം. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാര്യം വേൾഡ് നമ്പർ 1 ആവാൻ പോകുന്ന, അപ്പോൾ എപ്പോഴും ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് വേൾഡ് നമ്പർ 1 ആണ്. ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ നമ്പർ 1 ആവാൻ നമുക്ക് വളരെ നിസ്സാരമാണ്. 2 വർഷത്തിന് മുമ്പ് മാത്രമാണ് ഞങ്ങൾ അവിടുത്തെ ഒരു ലോക്കൽ ടീം, വർഷങ്ങളായിട്ട് തകർന്നടിഞ്ഞു കിടന്നിരുന്ന, എൻ്റെ വീട് പുനലൂരാണ്,
ആ സ്ഥലത്തെ ഒരു ലോക്കൽ ടീം ഒന്നും ആവാതിരുന്ന ക്ലബിനെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഒരു പട്ടവാടി എന്ന് പറഞ്ഞൊരു ക്ലബ്ബായിരുന്നു, അതിനെ ഏറ്റെടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ക്രിക്കറ്റിലേക്ക് മെല്ലെ ഇവിടെ വരുന്നത്. കാര്യം ഞങ്ങൾ ക്രിക്കറ്റിൽ ഞങ്ങളെ സംബന്ധിച്ചോളം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ എല്ലാ സക്സസ്ഫുൾ ഡിവിഷനേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസ് ആണ്. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ക്രിക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു എലിമെന്റ്. ആ ഒരു പാഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്യാം. ഞങ്ങളുടെ ആദ്യമേ ടാർഗറ്റ് സെറ്റ് ചെയ്തു KCL we will win. യുദ്ധം ജയിക്കണമെങ്കിൽ ആദ്യം അത് പേപ്പറിനകത്ത് വരയ്ക്കണം. അത് കൃത്യമായിട്ട് വരച്ചതിന് ശേഷം നിങ്ങൾ അതിനെ ഇറങ്ങി തിരിച്ച് അതിൽ മെല്ലെ മെല്ലെ ശ്രമിച്ചാൽ 90% നിങ്ങൾ അവിടെ എത്തും. ഇത് യുദ്ധം പേപ്പറിൽ വരയ്ക്കാതെ പോകുന്നവരാണ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നവരെല്ലാം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് വരച്ചിരിക്കണം. അത് പ്ലാൻ ചെയ്യണം. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും വരത്തില്ല. നിങ്ങൾ ഈ കാണുന്ന സ്കൂളിലൊക്കെ ഉള്ളത് ടീച്ചേഴ്സാണ്. വാട്ട് യു നീഡ് ഈസ് മെന്റേഴ്സ്. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ മെന്ററെ എന്ന് കണ്ടെത്തുന്നു. ആ മെന്റർ ആയിരിക്കണം നിങ്ങളുടെ. അത് ചിലപ്പോൾ നിങ്ങളുടെ ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അച്ഛനെ തന്നെ മെന്ററായിട്ട് കിട്ടും. ചിലർക്ക് ഇപ്പം ശ്രീ തൊമ്മനെ എല്ലാവരുടെയും മെന്റർ ആവാൻ പറ്റത്തില്ല. കാര്യം ആ മെന്റർക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റണം. നിങ്ങളെ സ്വന്തം മകനെ പോലെ മകളെ പോലെ കാണാൻ പറ്റണം. അവരെ ഗൈഡ് ചെയ്യണം. ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇത്തരം മെന്ററെ കണ്ടെത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ലിമിറ്റഡ് ടൈം വെച്ചിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ കുട്ടികൾക്കും സ്റ്റാഫിൻ്റെ കുട്ടികൾക്കും നിർബന്ധമായിട്ട് മാസത്തിൽ ഒരു ദിവസം എൻ്റെ മെന്റർഷിപ്പ് ഉണ്ട്. അവരെ കൊച്ചു കുട്ടികളാണ്. അവർ 12 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരെ കരിയർ ഡിസൈൻ എങ്ങനെ നടത്തണം, എവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇപ്പം ഞങ്ങൾ അട്ടപ്പാടിയിൽ ഒരു സ്കൂൾ എടുത്തിട്ടുണ്ട്, ട്രൈബൽ സ്കൂൾ. ഞങ്ങൾ ഇട്ടേക്കുന്ന ലക്ഷ്യം 5 വർഷം കൊണ്ട് അവരെ ഇന്ത്യയുടെ നമ്പർ 1 സ്കൂളാക്കാൻ പോവുക. ആൾക്കാർ ചിരിക്കും. ഒരു ട്രൈബൽ സ്കൂളിനെ ഇന്ത്യയുടെ നമ്പർ 1 സ്കൂളാക്കാൻ പറ്റും. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞങ്ങൾ അത് പേപ്പറിനകത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എത്തിക്കാൻ പറ്റും. ഓൾറെഡി ഇന്ന് ഇന്ത്യയിൽ ബേസ്ബോൾ ക്ലബ്ബ്, റഗ്ബി ക്ലബ്ബ് ഒക്കെ ഉള്ള ഏക സ്കൂൾ അതാണ്. അവർ ഗ്രൗണ്ട് വരില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കഴിവുകൾ. ഇവിടെ ഇരിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം സിനിമ കാണുന്നവരാണ്. സിനിമ കാണാൻ പോലും നിങ്ങൾ പഠിച്ചില്ല. ഞാൻ എഴുതി പറയാം, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും കൃത്യമായിട്ട് സിനിമ കാണാൻ അറിയില്ല. കാര്യം ഞാൻ സിനിമയെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഒരുപാട് പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകുമ്പോഴാണ് എനിക്കറിയാം 99% ഓഫ് ദി പീപ്പിൾ ആർ ഇഗ്നറന്റ് അബൌട്ട് മൂവീസ്. അവർക്ക് പ്രേക്ഷകരാണ് സ്വയം തോന്നുന്നത്. ഞാൻ നല്ല പ്രേക്ഷകനല്ല. നല്ലൊരു പ്രേക്ഷകരാണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ അട്ടപ്പാടി സ്കൂളിലെ ക്ലാസ് റൂം ഞാൻ കാണിച്ചു തരാം. 2 ആഴ്ച മതി. ഞാൻ ഒരിക്കലും ഒരു വായനാശീലം വളർത്തുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് വായനാശീലം വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഗുരു പറയുന്നതിൻ്റെ 10 ഇരട്ടി നിങ്ങൾക്ക് വായിച്ചെടുക്കാം. ഇന്ന് പക്ഷേ ടെക്നോളജി കൂടി വായിക്കാതെ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ വെർഷൻസ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. ഞാൻ ഈ പത്രവിതരണത്തിൻ്റെ ഒരു പ്രോജക്റ്റ് സ്കൂളിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് 2400 കുട്ടികളുള്ള സ്കൂളിൽ 50% കുട്ടികൾ ജീവിതത്തിൽ തിയേറ്ററിൽ പോയി സിനിമ പോലും കണ്ടിട്ടില്ല. ഞാൻ ഇമാജിൻ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം ഇത്. ഇങ്ങനെയൊക്കെയുള്ള സ്കൂളുണ്ട് കേരളത്തിൽ. ചില കുട്ടികൾ 40 കിലോമീറ്റർ യാത്ര ചെയ്ത് സ്കൂളിൽ വരും. 5 കിലോമീറ്റർ വനത്തിൽ കൂടി വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ആന ക്രോസ് ചെയ്ത് പോകുമല്ലോ മറ്റേ ആ സമയത്ത് ഇവര് സ്കൂളിലേക്ക് പോവുക ഈ റോഡിൽ കൂടെ. ചിലരൊക്കെ വീട്ടിൽ തലേന്ന പുലി ഇറങ്ങിയിട്ട് ആടിനെ കഴിച്ചിട്ട് പോയിട്ട് അങ്ങനെയുള്ള സ്ഥലമാണ്. അത്രയും കറേജിയസ് ആയിട്ടുള്ള കുട്ടികളാണ് സ്കൂളിലേക്ക് വരുന്നത്. അവർക്ക് ഫ്രീ ട്രാൻസ്പോർട്ട് ഉണ്ട് സ്കൂളിലേക്ക്. ഇവർ വരുന്ന അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്കൂളിൽ നിന്ന്. ഇങ്ങനെ ഒരു സ്കൂളാണ് അവിടെ ഉള്ളത്. പക്ഷെ അവിടുത്തെ പേരന്റ് ടീച്ചേഴ്സ് എല്ലാം കൂടി അവർ അതിനെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആയിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഇത് ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വിൽ ചേഞ്ച്. ഇതാണ് ബെസ്റ്റ് സ്കൂൾ ടു പ്രൂവ്. വിത്തിൻ 2 വീക്സ് ഇതുപോലൊരു ഇത്രയും ഇല്ല വലുപ്പമില്ല. ഇതിൻ്റെ പകുതിയുള്ള ഒരു സ്പേസാണ് എനിക്ക് കിട്ടുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിലെ നമ്പർ 1 ക്ലാസ് റൂം. ഇറ്റ്സ് എ തിയേറ്റർ, ഏരിയസ്പ്ലെക്സ് തിയേറ്റർ പോലത്തെ തിയേറ്റർ, 4K പ്രൊജക്ഷൻ വിത്ത് സൗണ്ട്, പെർഫെക്റ്റ് സൗണ്ട് തിയേറ്റർ വിത്ത് തിയേറ്റർ ക്ലാസ് റൂം. ഞാൻ കാണിച്ചത് ഇത് കഴിഞ്ഞു. ഇവിടെ വീഡിയോക്കകത്ത് ഞങ്ങൾ സാമ്പിൾ കാണിച്ചത്. അത് ആ സ്കൂളിന്റെ ഡെസ്റ്റിനി മാറ്റിയായിരുന്നു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നീഡ് ടീച്ചേഴ്സ് ഹിയർ. അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനെ, സിനിമയോട് താല്പര്യമുള്ള കുറച്ച് പിള്ളേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഫിലിം ക്ലബ്ബ് തുടങ്ങി. 2 ദിവസം ട്രെയിനിങ്. എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, ഇതുപോലെ ഷൂട്ട് ചെയ്യുക, എങ്ങനെ കണ്ടന്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കണ്ടന്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അതാണ് അവരെ പഠിപ്പിച്ചു തുടങ്ങിയത്. ടുഡേ ദോസ് ചിൽഡ്രൻ ആർ റണ്ണിങ് ദ എൻറ്റയർ ഷോ. ഓരോ ദിവസവും ദുബൈയിൽ നിന്നും പല കൺട്രീസിൽ നിന്നും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. ടീച്ചേഴ്സ് ആർ നോട്ട് ഇൻവോൾവ്.
ഞാൻ അവർക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു കണ്ടന്റായിട്ട് അവർ മാറ്റുകയാണ്. ആ കണ്ടന്റ് ഇന്ന് 55ഓളം സ്കൂൾ ഇന്ത്യയിൽ കേരളത്തിൽ അത് ഫോളോ ചെയ്യാൻ ഈ ക്ലാസ് റൂംസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ക്ലാസ് പിന്നെ ഞാൻ ക്ലാസ്സിൽ വേണ്ട കാര്യമില്ല. ഇപ്പം ടൈറ്റാനിക് എന്ന് പറയുന്നൊരു മൂവി 3 മണിക്കൂർ മൂവി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടു കാണും. ടൈറ്റാനിക് ഇപ്പോഴും ഞങ്ങളൊക്കെ കണ്ടിട്ട് 25 വർഷത്തിനപ്പുറം കണ്ടതാണ്. ഇന്നും എനിക്ക് എൻ്റെ സ്റ്റോറി ഓർമ്മയുണ്ട്. ജെയിംസ് ക്യാമറോൺ വന്നിട്ട് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. പുള്ളി വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു 180 പേജിന്റെ സ്ക്രിപ്റ്റ് എൻ്റെ ബ്രെയിനിലേക്ക് അങ്ങ് പമ്പ് ചെയ്ത് കയറ്റി. അതാണ് മൂവിയുടെ സ്ട്രെങ്ത്. ഒരു പേജ് ഇൻഫർമേഷൻ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറ്റണം. അതിനല്ലേ പഠനം വേണ്ട. നിങ്ങൾ പഠിക്കേണ്ട സാധനമല്ല മൂവി ഫോർമാറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ യു നീഡ് ടീച്ചേഴ്സ്. നിങ്ങൾക്ക് വേണ്ടത് തിയേറ്റർ ക്ലാസ് റൂമാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ക്ലാസ് റൂം? ഇതിനെ നാളെ 2 ആഴ്ച എനിക്ക് തന്നാൽ ഞാൻ ഇതിനെ തിയേറ്റർ ക്ലാസ് റൂം ആക്കി മാറ്റും. പക്ഷെ ഈ ക്ലാസ് റൂം ആ ക്ലാസ് റൂമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ അക്യൂസ്റ്റിക്കലി ഡിസൈൻഡ് ക്ലാസ് റൂം. ഒരു എക്കോ ഇല്ല. ഇവിടെ ഇപ്പൊ എക്കോ ഉണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിനകത്തേക്ക് ഇതിന്റെ എക്കോയും കൂടെ കയറി വരിക. അതായത് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ലോസ്, ഒരു 10 ലെവൽ കമ്മ്യൂണിക്കേഷൻ ലോസ് വന്ന് സൗണ്ട് ഇസ് ഗോൺ. സൗണ്ടിന്റെ എക്കോ വന്ന് നോയ്സ് ഇസ് കമ്മിങ്. പ്രൊജക്ഷൻ സിസ്റ്റം 4K പ്രൊജക്ഷനും ഇന്ന് നിങ്ങൾ ഇത് കാണുന്നതിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം തൗസൻഡ്സ് ഓഫ് ഫ്രീക്വൻസി നിങ്ങളുടെ ബ്രെയിനിന് 2 ഹെർട്സ് to 20,000 ഹെർട്സിനുള്ള ഏത് സൗണ്ട് അബ്സോർവ് ചെയ്യും. ഇവിടെ ഈ റൂമിനകത്ത് പല സൗണ്ട് വരുന്നുണ്ട്. AC-യുടെ സൗണ്ട് വരുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്ന് പല സൗണ്ട്, പുറത്തുനിന്നുള്ള പല ഒച്ചകളും വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇതിനകത്ത് നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ്. അതുകൊണ്ടാണ് തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് 10 മിനിറ്റ് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നോക്കാതിരിക്കാൻ പറ്റില്ല. വാട്സപ്പ് നോക്കും, അത് നോക്കും, ഇത് നോക്കും. തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കഥ തുടങ്ങിയാൽ തീരുമ്പോൾ ഇന്റർവെൽ ആവുമ്പോഴല്ലേ എടുത്ത് നോക്കുന്നത്. ഫുള്ളി ഫോക്കസ്ഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് തുറന്നുകൊണ്ടുള്ള എത്രയും പെട്ടെന്ന് ഈ സ്പേസ്, യു ഗോട്ട് എ വെരി ബ്യൂട്ടിഫുൾ സ്പേസ്. യു നീഡ് എനി ഗൈഡ് ലൈൻ ഐ വിൽ ഗൈഡ് യു. മാക്സിമം 1 മന്ത് മതി ഇതിനെ കൺവേർട്ട് ചെയ്ത് ബ്യൂട്ടിഫുൾ ക്ലാസ് റൂം തിയേറ്റർ ആക്കുക. ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് ഒന്നും ഒരു കുറവും വരുന്നില്ല. പക്ഷേ കംപ്ലീറ്റ്ലി മാറും. ഇതിന് മൾട്ടിപർപ്പസ് ഇതാവും. അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് റെക്കോർഡ്. ക്യാമറമാനൊന്നും വേണ്ട. എവരിതിങ് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ട്. ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്നതിലേക്ക് ഓട്ടോമാറ്റിക് വരും. അത് റെക്കോർഡ് ആവും. എവരിതിങ് ഈസ് ഓട്ടോമാറ്റഡ്. ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നതെല്ലാം ഒരു ക്വാളിറ്റി ലോസും ഇല്ലാതെ. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന സൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല. ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട്, ക്ലിയർ വിഷ്വൽസ്, ഇത് കണ്ടന്റ് ആയിട്ട് മാറുകയാണ്. ഈ കണ്ടന്റ് നാളെ നിങ്ങൾക്ക് ഒരു പക്ഷേ സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറും. നിങ്ങൾക്ക് നിങ്ങളുടേതായ യൂട്യൂബ് ചാനൽസ് തുടങ്ങാം. ഓരോ വ്യൂവിന് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഓരോ കണ്ടന്റും ഒരു അസറ്റായിട്ട് മാറും. നാളെ നിങ്ങളുടെ കമ്പനി ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ കണ്ടന്റും ഒരു അസറ്റാണ്. എത്രയോ നിങ്ങളുടെ അലുമിനി മെമ്പേഴ്സ് വേൾഡ് വൈഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ചുള്ള അവരുടെ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇൻട്രഷൻ തരും. ഇൻഡസ്ട്രിയെ പരിചയപ്പെടുത്തും. അവർ ക്ലാസ് എടുക്കും. അതെല്ലാം കണ്ടന്റ് ആയിട്ട് മാറും. നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരും. അതിന് വേണ്ടത് നിങ്ങൾക്കൊരു എൻവയോൺമെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. സിനിമയെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാകുന്നത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2K and 4K. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം 5.1, 7.1. വാട്ട് ഇസ് ദ വേ ഓഫ് എഡിറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണ്, കളർ കറക്ഷൻസ് എന്തൊക്കെയാണ്. ഒരു സിനിമയുടെ ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട്. ഇത് എൻജോയ് ചെയ്ത് കഴിയുമ്പോഴാണ്. ഇപ്പോൾ ഏരിയസ് ഫ്ലെക്സിൽ വന്ന് നിങ്ങളൊരു സിനിമ കാണുമ്പോൾ സിനിമ എത്ര ബോറാണെങ്കിലും സിനിമയെ കുറിച്ച് പഠിക്കുന്നവന് അത് ബോറേ അല്ല. കാര്യം കഥ മോശമാണെങ്കിലും അതിനകത്ത് DI വർക്ക് ഡിഫറെന്റ് ആയിരിക്കും. അവരത് എൻജോയ് ചെയ്യും. എഡിറ്റിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. അത് അവർ എൻജോയ് ചെയ്യും. ലൊക്കേഷൻസ് ഡിഫറെന്റ്, അത് എൻജോയ് ചെയ്യും. അപ്പോൾ സിനിമയുടെ ലേയേഴ്സ് എൻജോയ് ചെയ്യാനായിട്ട് പഠിക്കണം. പക്ഷേ ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ മതി. ഇപ്പൊ ഞങ്ങൾ അട്ടപ്പാടിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്, സ്പോർട്സ് പഠിപ്പിക്കുന്ന എങ്ങനെയാ, അവർക്ക് ഗ്രൗണ്ട് പോലും ഇല്ല. അവർക്ക് കൊടുക്കുന്ന ടാർഗറ്റ്സ്. കാര്യം സ്പോർട്സ് ഇസ് എ പാർട്ട് ഓഫ് യുവർ എന്റർടൈൻമെന്റ് ഓൾസോ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ TV-യിൽ സ്പോർട്സ് ചാനൽസ് കാണും. ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. റഗ്ബി വരുമ്പോൾ നിങ്ങൾ മാറ്റിക്കളയും. എന്തുകൊണ്ടാണ്? റഗ്ബിയുടെ റൂൾ അറിയില്ല. ഇന്ന് അട്ടപ്പാടിയിൽ ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്ക് റഗ്ബിയുടെ ചാനൽ മാറ്റാൻ പറ്റത്തില്ല. കാര്യം അവർ ഇതല്ലേ അത് പഠിക്കാൻ 1 മണിക്കൂർ മതി. ഈ തിയേറ്റർ ക്ലാസ് റൂമിനകത്ത് തിയേറ്റർ വേണ്ട. നിങ്ങളുടെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തിയേറ്റർ ക്ലാസ് റൂമിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നവർ ഫോക്കസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. 1 മണിക്കൂറോട്ട് അവർ പഠിക്കും. ഇപ്പം നാളെ ടെക്നോളജി മാറുകയാണ്. വെർച്വൽ റിയാലിറ്റി ക്ലാസ്സസ് വരികയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതേ എഫക്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. അത് കോമൺ ആണ്. പക്ഷെ എൻ്റെയൊക്കെ കയ്യിൽ പുതിയ ക്ലാസ് വന്നിട്ടുണ്ട് ആപ്പിളിൻ്റെ. അതിൻ്റെ കണ്ടൻസ് ഇനി വരാനുണ്ട് ഓക്യുലസിലേക്കുള്ള. പക്ഷേ അട്ടപ്പാടിയിൽ ഇത് പറ്റും. നാളെ നിങ്ങൾ ഇവിടെ ഫിലിം ക്ലബ്ബ് തുടങ്ങുകയാണെങ്കിൽ
ഇതിന് വലിയ പാടില്ല. ഈ ക്ലാസ് റൂം തുടങ്ങി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഐ വിൽ കം ആൻഡ് ട്രെയിൻ യു ഹൗ അട്ടപ്പാടിയിൽ റൺ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് കണ്ടിട്ട് നിംസ് നൂറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇറ്റ്സ് എ ഡീപ് യൂണിവേഴ്സിറ്റി കന്യാകുമാരിയിൽ. അവർ സൈൻഡ് എ കോൺട്രാക്ട് വിത്ത് us. അവരുടെ 10,000 കുട്ടികളെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അവരുടെ തിയേറ്ററിന്റെ കൺസ്ട്രക്ഷൻ ഈ അടുത്ത ആഴ്ച തീരും. അത് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ടേക്ക് ഓവർ. 5 വർഷത്തെ പ്രോജക്റ്റാണ്. 5 വർഷം കൊണ്ട് ആ ഡീപ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യയുടെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആക്കണം ഈ സിസ്റ്റത്തിൽ. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് വീനിയുടെ തിയേറ്റർ ക്ലാസ് ഉണ്ട്. ആ തിയേറ്റർ ക്ലാസ് റൂം ഉണ്ടല്ലേ ഞങ്ങൾക്ക് ഇത് തുടങ്ങി വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ തിയേറ്റർ ക്ലാസ് റൂം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 20-25 ഡിഫറെന്റ് ക്ലബ്സ് ആകും. ഓട്ടോമാറ്റിക്കായിട്ട് കരിയർ ഡിസൈൻ ക്ലബ്സ് ആണ്. ഓരോരുത്തരും ഓരോ ക്ലബിന്റെ ഭാഗമാകും. നിങ്ങളെല്ലാം ഓരോ പ്രോജക്ട് മാനേജേഴ്സ് ആയിട്ട് മാറേണ്ടി വരും. നിങ്ങൾ MBA എടുത്തോണ്ടൊന്നും കാര്യമില്ല. പ്രോജക്ട് മാനേജേഴ്സ് ആവാത്തിടത്തോളം കാലം വാട്ട് ഈസ് പ്രോജക്ട് മാനേജറും മറ്റുള്ളവരുടെ വ്യത്യാസം? 4 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് സെക്യൂരിറ്റി ഗാർഡ്, പോലീസ്മാൻ, ആർമി മാൻ, കമാൻഡർ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഏത് അൺസ്കിൽഡ് പേഴ്സൺ ക്യാൻ ബിക്കം എ സെക്യൂരിറ്റി ഗാർഡ്? സെക്യൂരിറ്റി യൂണിഫോം ഇട്ട് അവിടെ നിന്നാൽ മതി. ദാറ്റ് ഈസ് അൺസ്കിൽഡ്. ഒരു സെമി സ്കിൽഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു പോലീസ്മാൻ അത്യാവശ്യം ട്രെയിനിങ് ഇട്ട് കഴിഞ്ഞാൽ യൂണിഫോം ഉണ്ട്, ഇതേപോലെ 8 മണിക്കൂർ വർക്ക് ചെയ്യണം. പക്ഷേ അത്യാവശ്യം കൈക്കൂലിയൊക്കെ വാങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലീസുകാരനാവാം, ഡീസൻ്റായിട്ട് ചെയ്യുന്നവർക്ക് ആവാം. കുറച്ചുകൂടെ ഫൈൻ ട്യൂൺഡ് ആയിരിക്കും. ഒരു ആർമി പേഴ്സൺ ആകുമ്പോൾ ഡിസിപ്ലിൻ ഇസ് വെരി ഹൈ. അങ്ങനെയുള്ളവരും ഉണ്ട് ഇൻഡസ്ട്രിയിൽ. ബട്ട് പ്രോജക്ട് മാനേജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ കമാൻഡർ. കാര്യം നാളെ ഞാൻ ചെയ്യേണ്ട പ്രോജക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഐ എം ലൈക്ക് എ കമാൻഡർ. പക്ഷേ എനിക്ക് നാളെ റോക്കറ്റ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ ഐ ഹാവ് ടു ഡു ഇറ്റ്. കമാൻഡോസ് അങ്ങനെയാണ്. 1 വർഷത്തെ ട്രെയിനിങ്ങേ ഉള്ളൊരു കമാൻഡോയ്ക്ക്. പക്ഷേ അതിനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം, അതിനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവണം. ഏത് ചലഞ്ചും ഏറ്റെടുത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു അൺനോൺ ടെറൈനിലേക്ക് ചെല്ലുകയാണ്. പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ഫിനിഷ് ചെയ്ത് റിസൾട്ടുമായിട്ട് മാത്രമേ ഒരു കമാൻഡോയ്ക്ക് തിരിച്ചു വരാൻ പറ്റൂ. നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എവിടെ നിൽക്കണമെന്നുള്ളത്. സെക്യൂരിറ്റി ഗാർഡ് ആവണോ, പോലീസുകാരനാവണോ, പട്ടാളം ആവണോ, കമാൻഡോ ആവണോ? വെറുതെ MBA എടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. കമാൻഡോ ആവുന്നവൻ മാത്രമേ റിയൽ ലീഡറായിട്ട് സക്സസ്ഫുൾ മാറുള്ളൂ. അല്ലെങ്കിൽ വെറും ആർമിയിൽ പോയാൽ 10 പേരിൽ ഒരാളെ പ്രൊവൈസിംഗ് ഗ്രേഡിലേക്ക് വരും. അതിലും റിയൽ ലീഡർ ആവണമെങ്കിൽ ഓരോ ലെവലിലും അതിന്റെ പുറത്ത് ആൾക്കാർ വരികയാണ്. യു വിൽ നോട്ട് ബി സിംഗിൾ. ഒരു ഡിസിഷൻ മേക്കർ ആവാൻ പറ്റില്ല. അവരുടെ മുകളിൽ എപ്പോഴും ആരെങ്കിലും ക്യാമറ വെച്ചിട്ട് റിയൽ പ്രോജക്ട് മാനേജർ വിത്ത് കോൺഫിഡൻസ് ഒരു പ്രോജക്ട് ഇൻഡിപെൻഡന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറായി മാറണമെങ്കിൽ യു ഷുഡ് ബിക്കം എ കമാൻഡർ. നാളെ എന്താണെന്ന് അറിയാത്ത ഒരു സ്ഥലത്ത്, എവിടെയാണെന്ന് അറിയാത്ത സ്ഥലത്ത് ഏത് പ്രോജക്ട് കിട്ടിയാലും ഇമ്മീഡിയറ്റ്ലി ഐ വിൽ മേക്ക് എ പ്ലാൻ. ഒരു പ്രോജക്ട് മാനേജർ സക്സസ് ചെയ്താൽ വിത്തിൻ ദ ബഡ്ജറ്റ്, എക്സ്പെക്ടഡ് ക്വാളിറ്റിയിൽ, കമ്മിറ്റഡ് ടൈമിൽ, വിത്ത് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷനോട് കൂടി അത് തീർക്കുക എന്നുള്ളതാണ് ഒരു പ്രോജക്ട് മാനേജറിന്റെ വിജയം, പ്രോജക്ട് മാനേജ്മെന്റിന്റെ വിജയം. വിത്തിൻ ദ ബഡ്ജറ്റ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 1000 രൂപ കിട്ടുന്നവൻ 900 രൂപയ്ക്ക് ജീവിക്കാൻ പഠിക്കുന്നവൻ മാത്രമേ ഒരു സക്സസ്ഫുൾ പ്രോജക്ട് മാനേജർ ആവുള്ളൂ. അതിൽ സ്വന്തം ലൈഫിൽ നിന്ന് തുടങ്ങണം. എനിക്ക് തന്നിരിക്കുന്നത് 1 million പ്രോജക്റ്റ് ആണെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് 10% ഐ വിൽ കീപ് അവേ. ഐ വിൽ ഫിനിഷ് ഇറ്റ്. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് മിനിമം 10% പ്രോഫിറ്റ് ഐ വിൽ മേക്ക് ഔട്ട് ഓഫ് ദ പ്രോജക്റ്റ്. ഈ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തുടങ്ങണം. സ്വന്തം ജീവിതത്തിൽ വിത്തിൻ ബഡ്ജറ്റ് ജീവിക്കാൻ പറ്റാതെ നിങ്ങളാണ് നാളെ പോയിട്ട് ഏതോ ഒരു എംപ്ലോയറുടെ പ്രോജക്റ്റ് എടുത്ത് വെച്ച് അവനെ ഒരു വഴിക്കാക്കും. ശരിയല്ലേ? അപ്പോൾ ഇതും നാളെ തുടങ്ങേണ്ട കാര്യമാണ്. ഇന്ന് ഇവിടുന്ന് പഠിക്കുന്ന 2ാമത്തെ മെയിൻ ലെസൺ ഇതാണ്. പങ്ക്ച്വാലിറ്റി നമ്മൾ പറഞ്ഞു. ഫിനാൻസ് മാനേജ്മെന്റ്, പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ്. ആദ്യം ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം വെച്ചിട്ട് മാനേജ് ചെയ്യുക. അതിനെ വിതിൻ ആ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ചിലവാക്കി എപ്പോഴും 10% സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് പേയിങ് എ ടാക്സ്. നിങ്ങൾ നല്ല ഗുഡ് ടാക്സ് പെയർ ആവുന്ന പോലെയാണ്. ആ ടാക്സ് എങ്ങോട്ടാണ്? നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. സേവിങ്സ് സെൽഫ് ഇമ്പോസ്ഡ് ടാക്സ് ആണ്. നിങ്ങളുടെ നാളേക്ക് വേണ്ടിയുള്ള സേവിങ്സ് ആണ്. നാളെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് യു ആർ പ്രൊവൈഡിങ് ഫോർ ദ എംപ്ലോയർ. എംപ്ലോയർ പറഞ്ഞില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് യുവർ ജോബ്. യു ഷുഡ് ഹാവ് എൻ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് യുവർ എംപ്ലോയർ. നമ്മുടെയൊക്കെ ലൈഫിൽ അക്കാഡമിക്സ് പഠിപ്പിക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു വേർഡാണ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ യു നീഡ് ടു ഹാവ് ദ ഒരു എംപ്ലോയി എന്ന നിലയിൽ ഒബ്ലിഗേഷൻ. നിങ്ങൾ സ്ഥാപനത്തിനോട് വർക്ക് ചെയ്യുന്നതിനോടുണ്ടാവും. പക്ഷേ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മുടെ എല്ലാം ക്യാരക്ടർ ഡെഫിനിറ്റ്സ് എവിടെ കിടക്കുന്നത്? സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും ഒബ്ലിഗേഷൻ ഇല്ലാത്തവരാണ് പലരും. ഞാനൊക്കെ ആ ഏജിലൂടെ കടന്നു പോയപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾക്ക് വേണ്ടി ഈ ജീവിതത്തിൽ എല്ലാം മാറ്റിവെച്ച് ജീവിക്കുന്ന പേരൻസിനെ നമ്മൾ മറന്നുപോകും.
അവരുടെ ഫീലിങ്സിനെ നമ്മൾ മറന്നു പോകും. അവരോട് നമ്മൾ ഒരു തരം വെഞ്ചിൻസോടുകൂടി പെരുമാറാൻ സംസാരിക്കും. ദർ ഇസ് നോ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് അവർ പേരൻസ്. ഇതൊന്നും ഒരു അക്കാഡമിക്സിലും പറഞ്ഞില്ല, കരിക്കുലത്തിലും പറയുന്നില്ല എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. ഇതെല്ലാം എഫിസത്തിന്റെ ഭാഗമാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടർ മാറും. ഞങ്ങൾ അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ്. ഞങ്ങൾ ഇത് തുടങ്ങുമ്പോൾ ഇത് ലോങ് ബാക്ക് എഫിസം തുടങ്ങുന്നതിന് മുമ്പേ ആ ക്യാരക്ടർ ഡിസൈൻ തുടങ്ങിയതാണ്. ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ 90% അമ്മമാർക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് പോലും ഇല്ല. അവർ പോലും വീട്ടിലൊരു അച്ഛൻ്റെ സ്ലേവായിട്ട് കഴിയുന്ന ഒരു സ്റ്റേജിൽ മക്കള് 5 പൈസ അയച്ചു കൊടുക്കുന്നില്ല. ശമ്പളം കിട്ടുന്നത് ആദ്യം ജോലി കിട്ടിയപ്പം നിങ്ങൾ ചെയ്യുമായിരിക്കും. ജോലി കിട്ടി ആദ്യത്തെ 2 മാസമൊക്കെ അയച്ചു കൊടുക്കും, അല്ലെ 5-6 മാസം അയക്കും. അത് കഴിഞ്ഞ് അതും അച്ഛനായിരിക്കും അയക്കുന്നത്, അമ്മയ്ക്ക് അയക്കത്തില്ല. ഞങ്ങളത് മാറ്റി. ആദ്യം ചെയ്തത് അമ്മമാർക്ക് എല്ലാ അക്കൗണ്ട് തുടങ്ങി. എല്ലാ മാസവും കൃത്യമായിട്ട് മക്കളുടെ പേരിൽ ബിഹാഫ് ഓഫ് ദ കമ്പനി അച്ഛൻ്റെയും അമ്മയ്ക്കും ഒരു പെൻഷൻ ഏർപ്പെടുത്തി കൃത്യമായിട്ട് അവരുടെ പേരിൽ ചെല്ലും. അപ്പൊ അതിനുവേണ്ടി ഇത് എവിടുന്നാണ് ഈ ഫണ്ട്? ഇത് അവിടെ മരം പിടിച്ച് കുലുക്കാനൊന്നും പറ്റില്ല. ഈ പൈസ ഇതൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. നാളെ വേണമെങ്കിൽ റിലയൻസിനും ചെയ്യാൻ, ടാറ്റയ്ക്കും ചെയ്യാം. ഇതൊക്കെ ഇതിന് അവിടെ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം എന്നുണ്ടെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഫിനാൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഫ്രം വേർ? ഇത് നിങ്ങളുടെ മന്ത്ലി ബഡ്ജറ്റിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ടാർഗറ്റ് കൂടും. ടാർഗറ്റ് കൂടി കഴിഞ്ഞാൽ എന്താ ക്ലയന്റ് ആണ് എന്തോ പേ ചെയ്യേണ്ടത്. കാര്യം നിങ്ങളുടെ പ്രോഫിറ്റ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ആ അത് എന്താണ് ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഇത്ര ശതമാനം പ്രോഫിറ്റ് ചെയ്തേ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തോ ആര് പേ ചെയ്യേണ്ടി വരും? ക്ലയന്റ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പല കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ നിങ്ങൾ ഔട്ട് ആവും. അപ്പം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടാതെ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? അപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അതിനെന്താ മാർഗം? ഞങ്ങളുടെ ലക്ഷറി കുറച്ചൊന്ന് കംപ്രസ് ചെയ്തു. ആ സമയത്ത് MD എന്ന നിലയിൽ എനിക്ക് ബിസിനസ് ക്ലാസ്സിൽ പോകാം. I decided I will travel only in economic class. All my directors, so when MD decided, other directors decided. We made a fund. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ലക്ഷറി ഞങ്ങളൊന്നും ഒന്ന് കംപ്രസ് ചെയ്തപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് ലോകത്തിലെ ആദ്യത്തെ സ്ഥാപനം അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കുന്ന മഹത്തായ ഒരു കാര്യം. ഇന്നത് പോകുന്നത് അന്ന് അവർക്ക് സെപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് അക്കൗണ്ടിൽ പോകുന്നത് ഇന്ന് ഞങ്ങളത് ത്രൂ എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് ഇടും. എംപ്ലോയി അത് അച്ഛനും അമ്മയും കൊടുക്കും. ആ സ്വന്തം മക്കളുടെ അക്കൗണ്ടിൽ നിന്നും അവർക്ക് റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇതൊക്കെ ഒരു അക്കാഡമിക്സിലും പഠിപ്പിക്കുന്നില്ല, ഒരു മാനേജ്മെന്റ് സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, ഒരു കരിക്കുലത്തിലും ഇല്ല. ഇതൊക്കെ നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അച്ഛനും അമ്മയും നിങ്ങൾക്ക് നാളെ നിങ്ങളൊക്കെ വിചാരിക്കും ഫ്രണ്ട്സ് ആണല്ല, എവിടെ പോയാലും ഫ്രണ്ട്സ്. അച്ഛനും അമ്മയ്ക്കും ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സമയമില്ല. നാളെ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോയാൽ ഈ ഫ്രണ്ട് ആരും കിഡ്നി തരില്ല. ആദ്യം മനസ്സിലാക്ക്. ഫ്രണ്ട് തലേ ഹലോ ഹലോ കമ്പിളി പതപ്പ് എന്നായിരിക്കും സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? കിഡ്നി വേണമെങ്കിൽ അവിടെ അച്ഛനും അമ്മയും മാത്രമേ വരത്തുള്ളൂ. നിങ്ങളുടെ വെയിനിലൂടെ ഓടുന്നത് നിങ്ങളുടെ പേരൻസിന്റെ ബ്ലഡ് ആണ്. അമ്മയുടെ ബ്ലഡ് 100%. കാര്യം നിങ്ങളുടെ അമ്മയുടെ എക്സ്റ്റെൻഡഡ് ബോഡിയാണ്. ആ എംപിരിക്കൽ ബോഡി കട്ട് ചെയ്യുന്ന നിമിഷം വരെ അന്നേരം തൊട്ടേ നിങ്ങൾ സ്വന്തമായിട്ട് ശ്വസിച്ചെങ്കിലും തുടങ്ങിയിട്ടുള്ളൂ. ആ അമ്മയെ പോലും വിളിക്കാൻ മറന്നു പോകുന്ന മക്കൾ ഇത്ര പേര് ഇന്ന് അമ്മയെ വിളിച്ചവരുണ്ട്. ഇത്ര പേര് അല്ലേ? 100% ഇല്ല. പക്ഷെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചവർ എത്ര പേരെന്ന് വെച്ചാൽ എല്ലാവരും നമ്മരെ കൈകൊടുക്കും. ശരിയല്ലേ? മൂന്നാമത്തെ പാഠം എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്? പങ്ക്ച്വാലിറ്റി. രണ്ടാമത് ഫിനാൻസ് ക്ലാസ്സിൽ ഫിനാൻസ് മാനേജ്മെന്റ്. മൂന്നാമത്തെ ടേക്ക് അവേ ഫ്രം ദിസ് ക്ലാസ് ഒബ്ലിഗേഷൻ ടു യുവർ പേരൻസ്. നിങ്ങൾ ലോകത്തിൽ വേറെ ആരെയും പറഞ്ഞു നോക്കൂ. കാര്യം ഒബ്ലിഗേഷൻ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നേഷനോട് വേണം, നിങ്ങളുടെ എൻവയോൺമെന്റിനോട് ഒബ്ലിഗേഷൻ ഉണ്ടാവണം, നിങ്ങളുടെ സൊസൈറ്റിയോട് ഉണ്ടാവണം. അങ്ങനെ പല ഒബ്ലിഗേഷൻസ് ഉണ്ട്. പക്ഷേ പേരൻസിനോടുള്ള ഒബ്ലിഗേഷൻ അത് മറന്നാൽ അത് കർമ്മദോഷം എന്ന് പറയുന്ന സാധനത്തിൽ ബിലീവ് ചെയ്തേ പറ്റും. ഇത് കർമ്മ തിരിച്ചടിക്കും. നാളെ നിങ്ങൾ അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതുണ്ടാവാതിരിക്കട്ടെ. ഇനി അനുഭവിച്ചാലും ഇല്ലേലും ഇത് നിങ്ങളുടെ ക്യാരക്ടർ ഡെഫിഷ്യൻസിയുടെ നമ്പർ 1 എക്സാമ്പിൾ ആണ്. നിങ്ങൾ സ്വയം ചോദിക്കുക എനിക്ക് ക്യാരക്ടർ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അമ്മയെ മറന്നു പോകുന്നുണ്ട്. ഇതിന് GST എന്ന് കൊടുക്കേണ്ട. അച്ഛനെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അവരോട് സംസാരിക്കാൻ, ഇതിനൊന്നും ഒരു GST കൊടുക്കേണ്ട. ഇത് നാളെ തൊട്ട് അതിനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. ഒരു ഭൂതകാലം മറന്നേക്കുക. നമുക്ക് ഭൂതകാലം തിരുത്താൻ പറ്റത്തില്ല. പക്ഷെ ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്കുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ISO ഉള്ളതാണ്. ISO മിസ്റ്റേക്സ് ക്യാൻ ബി ഹാപ്പൻ. ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ജേർണി. ISO പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് ഒരു മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത റൂട്ട് കോസ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് അതിന്റെ റൂട്ടിൽ പോകണം. അവിടെ വെച്ച് ഈ പുറത്ത് വെള്ളം ഒഴിച്ചാൽ കാര്യമില്ല, ചെടിയുടെ മൂട്ടിൽ വെള്ളം ഒഴിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ റൂട്ടിൽ പോയിട്ട് അതിന്റെ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് അവിടെ സോൾവ് ചെയ്ത് കറക്റ്റീവ് ആക്ഷൻ എടുക്കണം.
ഇനി എല്ലാം കറക്റ്റീവ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ഒരു പ്രോബ്ലം ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ISOയിൽ പറയുന്നത് പ്രിവെന്റീവ് ആക്ഷൻസ് ഈസ് പോസിബിൾ. നിങ്ങൾ എത്രത്തോളം പ്രിവെന്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നോ, അതായത് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രിവെന്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റും. അവരാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്. പ്രിവെന്റീവ് ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു നീഡ് ടു ഹാവ് എ വിഷൻ. നിങ്ങൾക്ക് എത്ര ദീർഘദൃഷ്ടി ഉണ്ടോ അത്രയും നിങ്ങൾ മുന്നോട്ട് പോകും. ദീർഘദൃഷ്ടി ഇല്ലാത്തവരാണ് ഫോളോവേഴ്സ് ആയിട്ട് മാറുന്നത്. ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം തൽക്കാലം നിർത്താൻ, അടുത്ത വീഡിയോയിലേക്ക് പോവാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഒരു രാജാവിൻ്റെയും മന്ത്രിയുടെയും വൃത്തിൻ്റെ ഒരു സ്റ്റോറിയാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ പണ്ട് പറഞ്ഞാണ്, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ടാണ്. ഒരിക്കൽ രാജാവിൻ്റെ അടുത്ത് കൃത്യം ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാനും താങ്കളെ സെർവ് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ മന്ത്രിയും സെർവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ദിവസം 16 മണിക്കൂറോളം താങ്കൾക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് താങ്കൾ കഷ്ടി ജീവിക്കാനുള്ള ഒരു മുറിയും ഇത്തിരി ഭക്ഷണം തരുന്നുണ്ട്. ഇവിടെ മന്ത്രി 8 മണിക്കൂർ കഷ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നതിന് പകുതിയെ വർക്ക് ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിന് കൊടുക്കാത്ത ബെനിഫിറ്റ്സ് ഇല്ല, എല്ലാവിധ കെയർ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇത് ശരിയാണോ? അപ്പം രാജാവ് അനുത്തരം പറയാൻ വേണ്ടി മന്ത്രിയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. മന്ത്രിയെ വിളിച്ചു. അപ്പൊ മന്ത്രി വൃത്തിനും ഫ്രണ്ടിൽ നിൽക്കുക. അപ്പം പുറത്ത് കൊട്ടാരത്തിന്റെ മട്ടുപാൽ നിൽക്കുമ്പോഴാണ് പുറത്ത് റോഡിൽ കൂടെ ഒരു തേരിങ്ങനെ പോകുന്നു. അതിൽ മഞ്ചിൽ ആരെ കൊണ്ടുപോകുന്നു. അപ്പം രണ്ടുപേരോടും രാജാവ് പറഞ്ഞു, ആ പോകുന്ന ആരാണെന്ന് പോയി അന്വേഷിച്ച് വരാൻ പറഞ്ഞു. വൃത്തി നോക്കിയപ്പോൾ ഇതാണ് കറക്റ്റ് സമയം പ്രൂവ് ചെയ്യാൻ, മന്ത്രിയെക്കാളും മുന്നേ ഈ ഇൻഫർമേഷൻ ഞാൻ കൊണ്ടുവരും. കാര്യം മന്ത്രിക്ക് എനിക്ക് ഓടാനുള്ള പുള്ളിയുടെ റെപ്യൂട്ടേഷൻ ചേർന്നല്ലോ. മന്ത്രി നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വൃത്തിന് ഒറ്റ ഓട്ടമാണ്. മന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ വൃത്തി ഇൻഫർമേഷനായിട്ട് വന്നു. അത് അടുത്ത രാജ്യത്തെ രാജാവ് ആണ്. അപ്പൊ രാജാവ് ചോദിച്ചു, എവിടേക്ക് അദ്ദേഹം പോകുന്നത്? ഇല്ല, അത് ഞാൻ ചോദിച്ചില്ല, ഇപ്പൊ ചോദിച്ചിട്ട് വരാം. വീണ്ടും വൃത്തിനോടി. വൃത്തിന് അങ്ങോട്ട് ഓടുമ്പോഴത്തേക്ക് മന്ത്രി അവിടെ നിന്ന് നടന്നിങ്ങോട്ട് ചോദിച്ചിട്ട് നടന്നു വരും. വൃത്തിന് അവിടെ പോയി ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഓടിക്കതച്ചാ വരുന്നത്. അപ്പൊ രാജാവിന്റെ അടുത്ത് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. എവിടെയാണ് പോകുന്നത്? എവിടേക്ക് വൃത്തി വന്നു പറയും, അത് കിളച്ച് വെച്ചാൽ അതാ രാജാവ് അടുത്ത രാജ്യത്തെ രാജാവിന്റെ മോളുടെ കല്യാണത്തിന് പോവാ. അപ്പൊ ഈ രാജാവ് വീണ്ടും, എന്നാണോ കല്യാണം? ഇല്ല, അത് ഞാൻ ചോദിച്ചില്ല. അപ്പൊ മന്ത്രി ഉടനെ പറഞ്ഞു, രാജാവേ, അത് ഇന്ന രാജ്യത്തെ രാജാവാണ്, അദ്ദേഹം ഇന്ന കല്യാണത്തിന്, നമ്മുടെ അടുത്ത രാജ്യത്തെ ഇന്ന രാജാവിന്റെ മോളുടെ കല്യാണത്തിനാണ് പോകുന്നത്. കല്യാണം ഇത്രാം തീയതിയാണ്. അതിൽ 2-3 ദിവസം ചടങ്ങ് അവിടെ ഉണ്ട്. നമുക്ക് ക്ഷണം കിട്ടിയിട്ടില്ല, നമ്മൾ ഒരുപാട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ അതിങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവുന്നില്ല. അത് നമുക്ക് കുറച്ച് അവരെ ഏത് നിമിഷം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം വി നീഡ് ടു ബി കെയർഫുൾ. ഈ കല്യാണത്തിന് അവരെ വിളിച്ചേക്കുന്നത് പുള്ളിയുടെ സപ്പോർട്ട് കിട്ടാൻ കൂടി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ നമ്മുടെ അതിഥിയായിട്ട് വന്ന് താമസിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞ് ഞാൻ താങ്കളുടെ പേരിൽ പറയാതെ തന്നെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. രാജാവ് ഇത്രയും ബുദ്ധിമുട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ നീയും അവനുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇത് തന്നെയാണ് നിങ്ങളുടെ ചോയ്സ്. ഭൃത്യനാവണോ, മന്ത്രിയാവണോ, ലീഡർ ആവണോ, ഫോളോവർ ആവണോ? നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ നാളെ സെക്യൂരിറ്റി ഗാർഡ് ആവണോ, പോലീസ്മാൻ ആവണോ, ആർമിമാൻ ആവണോ, കമാൻഡോ ആവണോ. വേറെ ആരും വരത്തില്ല. നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇത്രയൊക്കെ വളർത്തി, ഇതിൽ കൂടുതൽ വളരണം. കാര്യം അവരുടെ മണിക്കകത്ത് ശീശയുടെ പുറത്താണ് നിങ്ങൾ വളർന്നു കഴിഞ്ഞത്. ഇതിലും ഇനി വളരണം നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് സ്വയം വെള്ളം ഒഴിക്കേണ്ടി വരും. നമ്മൾ ഇൻഡസ്ട്രിയിലേക്കുള്ള നിങ്ങളുടെ ചുവടുവയ്പ്പാണ്. നമ്മൾ അതിനുവേണ്ടി ഈ ഇൻഡസ്ട്രിയിൽ ചെന്നാലും നാളെ ഇതുപോലുള്ള അക്കാഡമിക്സ് ഒന്നുമില്ല. ഇൻഡസ്ട്രിയുടെ ചിലവിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ കരിയർ വളർത്താനും പിടിക്കുവാനും വേണ്ടി ഇന്നൊരു യൂണിവേഴ്സിറ്റി ലോകത്തിലില്ല. ഞങ്ങൾ അതിനുവേണ്ടി ഓക്സ്ഫോർഡ് ഓഫ് ദ ഇൻഡസ്ട്രി, എയിംബ്രി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നാളെ ഇൻഡസ്ട്രിയിൽ പോയാലും മാൻഡേറ്ററി ആയിട്ട് ഒരു 50 മണിക്കൂർ എല്ലാ വർഷവും പഠിക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡിഗ്രി, ഡിപ്ലോമ എല്ലാം ചെയ്യാം. ജസ്റ്റ് ഡോക്ടറേറ്റ്സ് എടുക്കാം. ഇന്നോവേഷൻസ് നിങ്ങൾക്ക് നടത്താം. നാളെ ഈ റൂമിനകത്ത് നിങ്ങൾ കാണുന്ന ഓരോ പ്രോഡക്ട്സ്, ഈ ലൈറ്റ് ആയിക്കോട്ടെ, ഈ മൈക്ക് ആയിക്കോട്ടെ, ഈ ഗ്ലാസ് ആയിക്കോട്ടെ, ഈ മൊബൈൽ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് നോക്കിയാലും ആ പ്രോഡക്റ്റിന് പിന്നിൽ ഒരു ബില്യണറോ ഉണ്ട്. ആ പ്രോഡക്റ്റിന് പിന്നിൽ ഒരു ഇന്നോവേഷൻ ഉണ്ട്. ആ ഇന്നോവേഷൻ നാളെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ, നിങ്ങൾക്ക് ഒരു ഇന്നോവേറ്ററെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ് നാളെ ബില്യണർ ആവണോ എന്നുള്ളത്. അതിനുവേണ്ടി ആ ഇന്നോവേഷൻസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പഠിച്ചു ഈ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോജക്റ്റിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റുവാനും അതിനെ പേറ്റന്റ് ചെയ്യാനും അതിനെ ഫിനാൻസ് കണ്ടെത്തുവാനൊക്കെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി സഹായിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ട്. നാളെ ഒരുപക്ഷെ നിങ്ങളെല്ലാം ഈ എയിംബ്രിയുടെ ഭാഗമായിരിക്കും.
എയിംറിയുടെ ഒരു വിങ് തന്നെ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ അലൂമിനി ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ജസ്റ്റ് വാച്ച് ദ വീഡിയോ. Technology is transforming every aspect of our lives, but the changes our education sector is undergoing presently are tremendously big. Education institutes have started to realize the benefits of technology in the education system and understand how they can be used effectively in practice. To promote an industry research-oriented way of learning with the support of visual media, Ares Marine, the most trusted global maritime player in the Middle East, established AIMRI in 2012. With headquarters in Sharjah, UAE, and an affiliated institute in Kochi, India, AIMRI established its global supremacy in a short span of 3 years. One of the finest institutions in terms of ambience, facilities, the eminence of the faculties, and exposure to industry, with the goal of providing industrial doctorate, industrial product launches, industrial-oriented education, visual and experiential learning, career designing, efficiency improvement programs, talent honoring, and iUniversity. AIMRI is establishing the concept of the Oxford of global industry. AIMRI offers an array of unique features, facilities, and opportunities for the students with effective integration of theory and practice. The Institute incorporates visual-aided experiential training for students via Education 3D Theatre to provide them a comprehensive understanding of the industry they wish to choose. Support of industry experts is also utilized to prepare content, including video recording of skilled trainers. Education 3D Theatres also support individual researchers in successfully completing their research projects as part of its commitment to support industrial research activities. Career designing is a mandatory step that every individual must concentrate on. Due to the growing competition, the professional world is no longer about the survival of the fittest, as the future belongs to the consistently efficient ones. Hence, a student must choose the right career that matches his talent, passion, and training to ensure a longer professional life with better efficiency and satisfaction. To help a student identify his career and take the right step towards the future, AIMRI designed Hartois certification programs. This certification program encompasses structured content created in line with international standards. The program encourages a behavioral change in individuals as Hartois with many-folds efficiency. This industry-validated certification program is offered in 3 levels. Besides learning a certain skill, fair practice and industry exposure are also required by an individual to nurture his acquired talents. To support this mission, Indie with Talent clubs were launched by AIMRI to identify and groom talents right from the school and provide them with industry exposure. These clubs ensure that every member develops their character and hones their skills as per industrial requirements. Besides varied regular technical and non-technical programs, AIMRI also offers industrial doctorate programs to promote innovation and research and facilitates industrial research for working professionals. AIMRI honors industry legends with honorary doctorates in acknowledgement to their published professional biographies. Dr. Ravi Mehrotra, Chairman of the Foresight Group, UK, and Dr. Emmanuel Grimaldi, Chairman of International Chamber of Shipping, President and Managing Director of the Grimaldi Group, were among the 90-plus industry professionals in various sectors to receive AIMRI's industrial doctorate. The industrial career design is facilitated by including the knowledge and expertise of these industry leaders. These industry leaders share their knowledge and experience to help students with career design. AIMRI also acts as an incubation center for startups to provide support functions, mentorships, investment support, and resources to individual entrepreneurs and entrepreneurial setups. Our endeavor
has always been to build confidence and competence in our students, to enable them to successfully decipher the changing needs of the industry and keep pace with evolving technologies. Hence, we continue to bring the support processes that may represent the most valuable and most challenging contributions in preparing our present educational landscape for success in the future. AIMRI, sail with class. ഓക്കെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കാര്യം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പമ്പ് ചെയ്തിട്ടുണ്ടാവും. അത് മാതാപിതാക്കളാവാം, നമ്മുടെ സൊസൈറ്റി ആവാം, നമ്മുടെ അധ്യാപകരാവാം, മീഡിയാസ് ആവാം. പക്ഷേ ഈ തെറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിയതിന് നമ്മുടെ ഉത്തരവാദികളല്ല, അത് നമ്മുടെ സിസ്റ്റമാണ്. പക്ഷെ ആ തെറ്റായിട്ട് മനസ്സിലാക്കാതിരിക്കുന്നത്, അത് കറക്റ്റ് ചെയ്യാതിരിക്കും, മനസ്സിലാക്കിയിട്ടും കറക്റ്റ് ചെയ്യാതിരിക്കുന്നത് അത് നിങ്ങളുടെ കുഴപ്പം. അത് തീർച്ചയായിട്ടും ഉണ്ടാവരുത്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഡ്രാക്കുളയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ വായനാശീലം തുടങ്ങിയ കാലത്ത് ഞാൻ ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു ഡ്രാക്കുള എന്ന് പറഞ്ഞ ബുക്ക്. അപ്പോൾ എൻ്റെ മനസ്സിൽ കയറിയത് ഡ്രാക്കുള എന്ന് പറഞ്ഞ വാമ്പയർ, ഏറ്റവും നെഗറ്റീവ്, അതായത് നന്മയ്ക്കെതിരെ നിൽക്കുന്ന, രക്തം കുടിക്കുന്ന ഒരു ഏറ്റവും മോശം ക്യാരക്ടർ. ഇത് എന്നിലേക്ക് പകർന്നു തന്നത് നമ്മളുടെ ഇവിടുത്തെ വായനശാലകൾ, ബുക്കുകൾ, ഇതൊക്കെയാണ്. പക്ഷേ ലേറ്റർ ഞാൻ ഒരു ദിവസം തിരിച്ചറിയാണ്, അതായത് കഥയനുസരിച്ച് നമ്മൾ കേട്ടറിവ്, നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഡ്രാക്കുള എന്ന് പറയുന്നത് വാമ്പയർ ആണ്, കുരിശിനെതിരെ ഏറ്റവും കുരിശിനെ പേടിക്കുന്ന, കുരിശിനെതിരെ നിൽക്കുന്ന ക്യാരക്ടർ എന്നുള്ളതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുകയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ കുരിശ് വിശ്വാസി, കുരിശിന് വേണ്ടി ജീവിച്ച വ്യക്തി, അതായത് ക്രിസ്ത്യാനിറ്റി, ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇല്ല. ഈ ഡ്രാക്കുളയുടെ പേര് കേട്ടാൽ എണീറ്റ് നിന്ന് ബഹുമാനിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട്, റൊമാനിയ ഉണ്ട്, പോളണ്ട്. അവിടെ ഡ്രാക്കുള സെയിന്റ് ആണ്. അതായത് 14th സെഞ്ച്വറിയിൽ ലാസ്റ്റ് ക്രൂസൈഡ് നടക്കുമ്പോൾ ഒട്ടാമൻ എംപയർ യൂറോപ്പ് മുഴുവൻ കോൺകർ ചെയ്യാനായിട്ട് ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പടത്തലവന്റെ പിന്നിൽ 1,00,000 പട്ടാളക്കാരുമായിട്ട് കയറി വരുമ്പോൾ യൂറോപ്പ് പകച്ചു നിൽക്കുകയാണ്. അവിടെ വത്തിക്കാനും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ വത്തിക്കാന് വേണ്ടി, വത്തിക്കാൻ വിശ്വാസമുള്ള അന്നത്തെ ഏറ്റവും വലിയ നൈറ്റ് ആയിരുന്നു അവിടുത്തെ ഡ്രാക്കുള പ്രഭു. ആക്ച്വലി ഡ്രാക്കുള വാസ് കോട്ട് ബൈ ഒട്ടാമൻസ്. അവരുടെ പേരൻസിനെ, അച്ഛനെ പണ്ട് ഒട്ടാമൻസ് പിടിച്ചോണ്ട് പോയി, അതൊക്കെ ചരിത്രമാണ്. പകരം ബന്ദിയാക്കി പുള്ളിയെ റിലീസ് ചെയ്യാൻ വേണ്ടി മക്കളെ കൊടുത്തു. അങ്ങനെ ഒട്ടാമൻസ് ട്രെയിൻ ചെയ്തതായിരുന്നു ഈ ഡ്രാക്കുള എന്ന് പറഞ്ഞ പ്രഭു. അതുകൊണ്ട് ഒട്ടാമൻസിന്റെ തന്ത്രങ്ങളെല്ലാം അറിയാവുന്ന ഡ്രാക്കുള വത്തിക്കാൻ ഉപയോഗിക്കുകയും ഡ്രാക്കുളയുടെ ബ്രില്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ലാസ്റ്റ് ക്രൂസൈഡിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതൊരു വലിയ സ്റ്റോറിയാണ്. സൈക്കോളജിക്കൽ ഒരു വാർഫെയർ ആണ് അവിടെ നടത്തിയത്. ഒരു ശിവജിയൊക്കെ പിന്നീട് അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ മലയിടുക്കുകളിലൂടെ വരുമ്പോൾ എങ്ങനെ 1,00,000 പട്ടാളക്കാരെ, എങ്ങനെ 5,000 പട്ടാളക്കാരെ കൊണ്ട് തോൽപ്പിക്കാം എന്നുള്ള ആ ഒരു മെത്തേഡ് ഡ്രാക്കുള ഡെവലപ്പ് ചെയ്തതാണ്. അങ്ങനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അതോടുകൂടി അവസാനിക്കുന്ന ഒരു സമയമാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത ഏറ്റവും വലിയ വിശ്വാസി, കാര്യം അന്ന് രാജ്യത്തിനെതിരെയോ ക്രിസ്ത്യാനിറ്റിക്കെതിരെയോ നിന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായി നീങ്ങുന്ന ഡ്രാക്കുള പ്രഭുവിനെ പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം വത്തിക്കാനുമായി തെറ്റുന്ന സമയത്ത് ഈ ക്രിസ്ത്യാനിറ്റി തന്നെ കൊല്ലുകയാണ്. ഡ്രാക്കുളയെ സഹോദരനെ വെച്ച് കൊന്നിട്ട്, ചരിത്രമാണിത്, ഞാൻ കഥയല്ല പറയുന്നത്. അത് പിന്നീട് ആ ഡ്രാക്കുളയെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ബ്രാം സ്റ്റോക്കറെ ബ്രാൻഡ് ചെയ്ത് നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് പമ്പ് ചെയ്തതാണ്. ഇതുപോലെയാണ് പല ഇൻഫർമേഷനും ആരൊക്കെയോ പ്ലാൻ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ, റോങ് ഇൻഫർമേഷൻ പമ്പ് ചെയ്യണം. ഇത് ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊണ്ടല്ല അവസാനിപ്പിച്ചത്. ഇത് പുറത്തേക്ക് പറയാൻ ഞാൻ ഉപയോഗിച്ചൊരു സിനിമയാണ്. അതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് കാണാവുന്നതാണ്. സെയിന്റ് ഡ്രാക്കുള റിയൽ 3Dയിൽ യൂറോപ്പിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. 3D ക്യാമറ ഉപയോഗിച്ചിട്ട് സെയിന്റ് ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ആ മൂവി ഞാൻ ചെയ്യുന്നത്ര ഈ മറ്റേത് ഇതൊന്നും എല്ലാവരിലും എത്തിക്കാൻ പറ്റും. ഞാൻ ഒരു സിനിമ അതിന് ചെയ്തു. ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു, അതിനെ കറക്റ്റ് ചെയ്യാൻ സിനിമ ചെയ്തു. കോടികൾ ചിലവാക്കി ചെയ്ത സിനിമയാണ്. എല്ലാം യൂറോപ്യൻസ് അഭിനയം ചെയ്തത്. അതുപോലെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇതുപോലുള്ള റോങ് ഇൻഫർമേഷൻസ് ഒരുപാട് പമ്പ് ചെയ്യാൻ പല മാധ്യമങ്ങളുണ്ട്, ബുക്സ് ഉണ്ട്, മീഡിയാസ് ഉണ്ട്, വ്യക്തികളുണ്ട്, റിലിജിയൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത്തരം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയ വിഷം മെല്ലെ മെല്ലെ എടുത്ത് കളഞ്ഞ് നല്ലൊരു മനുഷ്യനാവാൻ ക്യാരക്ടർ ഡിസൈൻ്റെ ഭാഗമായിട്ട് മാറ്റുക. എൻ്റെ ലാസ്റ്റ് റിക്വസ്റ്റ് 3 പഠിപ്പിച്ച് 4ാമത്തെ, നമുക്ക് ഒരു സുപ്രഭാതത്തിൽ മതമൊന്നും മാറാൻ പറ്റത്തില്ല.
മെല്ലെ മെല്ലെ മാറ്റാം. നാളെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആരെങ്കിലും പേരിൻ്റെ കൂടെ ഈ ജാതി വാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോട്ടെങ്കിലും ഇട്ടിട്ട് സ്വയം, അതായത് നിങ്ങൾ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിലൂടെ പ്രൂവ് ചെയ്യും. ഈ വാല് വെച്ച് വാല് പൊക്കി കാണിച്ചിട്ട് ചെയ്യട്ടെ പ്ലീസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വാല് വെച്ചിട്ട് കാണുമ്പോൾ എനിക്കൊരു പുച്ഛം തോന്നുന്നില്ല. സത്യം പറയാം, ഒരു അറപ്പ് വെറുപ്പൊക്കെ തോന്നുന്നത്. നിങ്ങളൊക്കെ നാളെ നിങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നമ്മുടെ സാറിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടായിരുന്നു. എന്താ പേരിൻ്റെ കൂടെ ഈ വാലൂടെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പുച്ഛം വരും. അത് തോന്നില്ല. ലാസ്റ്റ് റിക്വസ്റ്റ് ആണ്, ഫേസ്ബുക്കിൽ എങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റി പിടിക്കും. താങ്ക് യു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ സർ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ, അതായത് അതിനുള്ള എന്തെങ്കിലും ഒരു നമ്മുടെ ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ നിങ്ങളുടെ അടുത്ത്, എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ നമുക്കൊരു പാത്ത് വേ കാണിച്ചു തരാനായിട്ട്? കരിയർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കരിയർ ഡിസൈൻ ഇസ് എ ലോങ് പ്രോസസ്. ശരിക്കും 12 വയസ്സ് തൊട്ട് നിങ്ങൾ 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് എവിടെ എത്തണം തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഇപ്പം ഏത് പ്രൊഫഷണൽ കോളേജിലേക്ക് പോകേണ്ടതെന്ന് അന്നേരം തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ടാണ് മെല്ലെ മെല്ലെ ക്യാരക്ടർ മോൾഡിംഗ് ഒക്കെ നടത്തി ഏത് ഇൻഡസ്ട്രി വേണമെന്ന് പോകേണ്ടത്. ലോങ് പ്രോസസ് അത്. പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ചോളം വളരെ ലേറ്റായി. എങ്കിലും ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് സ്വയം, കാര്യം നിങ്ങൾ സ്വയം ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇനിയിപ്പം ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാവുന്നത് സ്വയം ലിസ്റ്റ് ചെയ്യുക ആദ്യം. നിങ്ങളുടെ ടാലന്റ് ആൻഡ് പാഷൻ ഏതൊക്കെയാണെന്നുള്ളത്, നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന, നിങ്ങൾ പഠിച്ചത്, നിങ്ങളുടെ സ്കില്ല് എഴുതുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി എംപ്ലോയി ആയിട്ട് നാളെ എംപ്ലോയറോ ആണെങ്കിൽ നിങ്ങളുടെ ടാലന്റ്, പാഷൻ ആൻഡ് യുവർ സ്കിൽ, ഇത് മൂന്നും കൂടെ ഒരു ലൈനിൽ വരുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഹാപ്പിനെസ് അതിൽ നിന്ന് ശരിക്കും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഈ പല ക്യാമ്പസിലും സംഭവിക്കും, ക്യാമ്പസ് ഇന്റർവ്യൂവിന് ചിലർ വരും, മറ്റേ വിപ്രോയും അവരവരൊക്കെ വരും, ഭയങ്കര IT കമ്പനീസ് വരും, നല്ല ഹൈ സാലറി തരും. അതോടുകൂടി നിങ്ങളുടെ ലൈഫ് തീർന്നു. കാര്യം ഈ സാലറി കണ്ടിട്ട് അവിടെ ചെല്ലും, അവിടെ പോയി ഡേറ്റ എൻട്രി മാത്രമായിട്ടിരിക്കും, ഏതോ ഒരു കോർപ്പറേറ്റിന് ഡേറ്റ എൻട്രി ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ആദ്യമൊക്കെ രസമായിരിക്കും ഒരു സാലറി ഒക്കെ കണ്ടിട്ട്, അതൊന്നുമല്ല. നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എവിടെയെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടാവും. അവിടെ നിങ്ങൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഓവർലോഡായ ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയൊന്നും. അതൊക്കെ എന്തുകൊണ്ടാണ് പോയി ഷീ ലാൻഡഡ് ഇൻ എ റോങ് പ്ലേസ് ആക്ച്വലി. അവിടെ അത്രയും ജോബ് പാഷൻ കണ്ടപ്പോൾ ഞാൻ ചിലതൊക്കെ ഉണ്ട്. എനിക്ക് പാഷൻ കയറിയിട്ട് ഇപ്പം ഡാമിന്റെ ഒക്കെ സമയത്ത് സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിൽ 2 ആഴ്ച ഞാൻ നൈറ്റൊക്കെ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒറ്റ ഇരുപ്പിലിരുന്നാണ് ലാസ്റ്റ് സ്ക്രിപ്റ്റ് ഫൈൻ ട്യൂൺ ചെയ്ത് പോകുന്ന. എനിക്ക് ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റ് മുമ്പ് തീർക്കണം. പക്ഷെ ഐ വാസ് എൻജോയിങ് ഇറ്റ്. ഭക്ഷണം കഴിക്കുന്ന പോലും അവസാനം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നു. പക്ഷെ ഐ വാസ് എൻജോയിങ് ഇറ്റ്. അല്ലാതെ ഞാൻ പോയിട്ട് ആ വർക്കൗട്ടിന്റെ പേര് പോയി ആത്മഹത്യയല്ല ചെയ്യുന്നത്, അങ്ങനൊന്നും അല്ല. അപ്പം ടാലന്റ്, പാഷൻ ആൻഡ് കരിയർ ഡിസൈൻ എന്താണ് സ്കില്ലുമായി ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് ഇത്രയും കഴിഞ്ഞു, MBA ഒക്കെ കഴിഞ്ഞു. ഇനി പഠിത്തത്തിന് വേണ്ടി സമയങ്ങളില്ല. പ്ലീസ് ഇനി ഏതെങ്കിലും ഇൻഡസ്ട്രി ചെന്നിട്ട് പോകാം. അത് കൊണ്ട് ഇത് ലിസ്റ്റ് ചെയ്തിട്ട് ChatGPT എടുക്കുക, ഇത് വെച്ചിട്ട് സെർച്ച് ചെയ്യുക ഏതൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലുള്ള നിങ്ങളുടെ ഗൂഗിൾ ഹിസ്റ്ററി എടുത്ത് നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സർഫ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നോക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം കിടക്കുന്നത്. അതിലൊരു ഇൻഡസ്ട്രി എടുത്തിട്ട് അതിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുക. അതേ പറ്റത്തുള്ളൂ ഈ സ്റ്റേജിൽ. പക്ഷേ എവരി ഈസ് കമ്മിങ് അപ്പ് വിത്ത് ഷോർട്ട് ടൈം കോഴ്സസ് ഷോർട്ട്ലി. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കരിയർ ഡിസൈനിന്റെ ഗൈഡ് ലൈൻസ് കുറേ കിട്ടും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട്. അപ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി വരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾക്കിപ്പോൾ ഏത് ചോദിച്ചാൽ മതി, ഇറ്റ് വിൽ ഗിവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. പക്ഷെ അതൊന്നും ആരും ചെയ്യുന്നില്ല. കരിയർ ഡിസൈനെ കുറിച്ച് യു ആർ ഓൾ ഇഗ്നോറന്റ്. മേക്ക് യൂസ് ഓഫ് AI. സാർ പറഞ്ഞ സാറ് ദുബായിലായിരുന്നപ്പം സാറിനൊരു ലിസ്റ്റഡ് കമ്പനി ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ലിസ്റ്റഡ് കമ്പനി സാറിന്റെ പ്രീവിയസ് സാർ ഇപ്പോൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് അല്ലെന്നും സാർ ആ സമയത്ത് പറഞ്ഞത്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഫണ്ട് റൈസ് ചെയ്യാൻ സാർ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചോദിച്ചാണ് സൂചിപ്പിച്ചായിരുന്നു. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റഡ് കമ്പനി ആ സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയത്ത് സാർ എന്നെ ലിസ്റ്റഡ് ചെയ്തായിരുന്നു? ഇല്ല, അങ്ങനെയല്ല. ഫിനാൻഷ്യൽ ക്രൈസിസ് ജസ്റ്റ് എ ലിസ്റ്റഡ് കമ്പനി. എൻ്റെ സാലറി വാസ് വെരി ഹൈ, അതൊക്കെ പ്രോപ്പർ ആയിരുന്നു. എൻ്റെ ഫിനാൻസ് മാനേജ്മെന്റ് വാസ് വെരി വീക്ക്. ഐ ഡിഡ് നോട്ട് കീപ് 10%. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ എടുത്ത കറക്റ്റീവ് ആക്ഷനാണ്. ഞാൻ എൻ്റെ ലാസ്റ്റ് പെനി വാസ് ഓൾസോ ഐ വാസ് സ്പെൻഡിങ് ഫോർ മൈ എൻജോയ്മെന്റ്. ഐ ഡിഡ് നോട്ട് ബോറോ മണി ഫ്രം ഔട്ട്സൈഡ് ഫോർ മൈ എൻജോയ്മെന്റ്. അതാണ് കമ്പനി തുടങ്ങുന്നതിന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആക്ച്വലി ഒരു 50 dirhams മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. സാർ ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രൈവറ്റ് രജിസ്റ്റേർഡ് കമ്പനി നമ്മൾ ലിസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരുന്നു സാർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന്? അല്ലല്ല, ലിസ്റ്റഡ് കമ്പനി STS is 100 ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ more than 100 year old കമ്പനിയാണ്. ഇറ്റ് വാസ് ലിസ്റ്റഡ് ലോങ് ബാക്ക്. സാറിന് ആ കമ്പനി നേരത്തെ ഉണ്ടായത്, ഐ മീൻ ലിസ്റ്റഡ് സാറ് ലിസ്റ്റ് ചെയ്താണോ അതോ? അല്ല, ഞാനല്ല ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാൻ അവിടെ ഒരു ഡിവിഷൻ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇറ്റ് വാസ് ലിസ്റ്റഡ് ലോങ് ബാക്ക് ആക്ച്വലി.
അണ്ടർസ്റ്റാൻഡ് ഈ കൊറോണയ്ക്ക് ശേഷം സോഷ്യൽ സയന്റിസ്റ്റുകൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ആസ് എ മാനേജ്മെന്റ് സ്റ്റുഡൻറ് അതിൻ്റെ ഇടയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് കവർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഡിജിറ്റലി കണക്ട് ചെയ്യാം, അതും ഇന്ന് കിട്ടാവുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് സിസ്റ്റം വെച്ചിട്ട്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു മാർക്കറ്റാണ്, വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സ്ഥലമാണ്. ഓരോരോ സ്റ്റേറ്റ് വൈസും എഡ്യൂക്കേഷൻ വൈസും നല്ല ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ലിറ്ററസി ലെവൽ ടോപ്പായിരിക്കുന്ന സ്റ്റേറ്റിൽ തന്നെ ഓരോരോ കുട്ടികളുടെ ഔട്ട്കം നമുക്കറിയാം. ഏറ്റവും വീക്കായിരിക്കുന്ന ആൾക്കാർക്ക് പക്ഷെ വായിക്കാൻ പോലും അറിയുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഈ ഒരു ഐഡിയോളജി നമ്മൾ എങ്ങനെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്, അതായത് ഒരു വൈഡ് ആക്സെപ്റ്റൻസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാം. ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ കൊറോണ എന്ന് പറയുന്നത് നല്ലൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, എല്ലാവരും ബ്ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ ഈ ഒരു വൈഡ് മാർക്കറ്റിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടാൻ സാർ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്? അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ പോലും അറിയാം. നമ്മളൊക്കെ വിചാരിക്കുന്ന ഭയങ്കര നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ഹൈ ആണ്, നമ്മൾ വളരെ കേപ്പബിൾ ആണ്, സാഹിബിനെ അങ്ങനെയൊന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട സെൽഫ് സർവൈവലിനുള്ള കാര്യം പോലും അറിയില്ല. ഞാൻ താങ്കളോട് തന്നെ ചോദിക്കാം, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡല്ലേ ഏറ്റവും ഇഷ്ടം അല്ലേ? അമ്മ എത്ര ഫുഡ് ഉണ്ടാക്കാറുണ്ട്? ഒരു 25 ഡിഷ് നന്നായിട്ട് ഉണ്ടാക്കുന്നില്ലേ? നിങ്ങളത് മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ വരുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ അമ്മയുടെ? ഇവിടെ മിസ് ചെയ്യുന്നില്ല, വേറെ അമ്മ മിസ്സാകുന്നു. അതൊന്നും മിസ്സാകുന്നു, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അമ്മയുടെ കൂടെ അടുക്കള കയറിയിട്ട് ഒരു ദിവസം 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത ഒരു ഡിഷ് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റത്തില്ലേ? അല്ല, എന്തുകൊണ്ട് പഠിച്ചില്ല? ജീവിതത്തിൽ അമ്മയോട് കൂടി ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ല? ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നു, ഒന്നിങ്ങനെ ആലോചിക്കുമോ? 25 ഡിഷ് നിങ്ങൾ കുക്ക് ചെയ്യാൻ അമ്മയുടെ കൂടെ നിന്ന് നിങ്ങൾ, അതായത് ആഴ്ചയിൽ ഒരു ഐറ്റം വെച്ചിട്ട്, അതായത് അമ്മയുടെ കൂടെ അടുക്കളയിൽ ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിന് 10 സമയം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് 15 മിനിറ്റോ അരമണിക്കൂറോ സ്പെൻഡ് ചെയ്ത് ഒരു ഡിഷ് പിടിച്ചിരുന്നെങ്കിൽ ഒരു വർഷം എത്ര ഡിഷ് പിടിക്കാൻ പറ്റുന്നു? 50 ഡിഷ് പിടിക്കും. ഞാൻ 25 ചോദിച്ചുള്ളൂ. ആഴ്ചയിൽ വീക്കെൻഡ് നിങ്ങളുടെ കൂടെ ചെയ്യാമായിരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സാധനം, അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇവിടിരിക്കുന്ന ആരും പഠിച്ചിട്ടില്ല, വിഷമിക്കണ്ട. ഇവിടിരിക്കുന്ന ആരും പഠിച്ചിട്ടില്ല. പക്ഷേ അട്ടപ്പാടി സ്കൂളിലെ കുട്ടികൾക്ക് ഈ വർഷത്തെ അസൈൻമെന്റ് അതായിരുന്നു. ഞങ്ങളുടെ സ്റ്റാഫിന്റെ കുട്ടികളുടെ അസൈൻമെന്റ് ഇതാണ്. ഇവിടെ വീട്ടിലെ ഫ്രിഡ്ജ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്ന എത്ര പേരുണ്ട്? എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, വീട്ടിലെ ഫ്രിഡ്ജ് പോലും ക്ലീൻ ചെയ്യത്തില്ല. മാസത്തിൽ ഒരു തവണയെങ്കിലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് സ്വന്തം ജീവിതത്തിൽ ചെയ്യേണ്ട, പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സാഹിബിനേക്കാളും വലുതാണ്. സാഹിബിന് അവിടെ നീന്താൻ അറിയാം, എല്ലാം അറിയാം. ഈ കാര്യങ്ങളെല്ലാം വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം സാഹിബ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടിലെ ഇവിടുത്തെ പോലെ പണിക്കാരെ വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമ്മളാണ് പറയുന്നത് നമ്മൾ സാഹിബിനേക്കാളും ബെറ്ററാണ്. ഏതോ ഭാഗ്യത്തിന് എല്ലാവരും ചെല്ലുന്നിടത്ത് നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ചെല്ലുന്നപ്പോൾ നമ്മൾ അങ്ങ് കയറി പോകും. അല്ലാതെ ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോൾ സാഹിബിന്റെ മുന്നിൽ വേറെ ബിഗ് സീറോ. ഞാൻ ഉറപ്പ് പറയാം, ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ട് വരുന്ന യൂറോപ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പ്രോജക്റ്റ് നമുക്ക് ഏൽപ്പിക്കാം. കാര്യം ദേ മാനേജ് ഹൺഡ്രഡ്സ് ഓഫ് പ്രോജക്ട് ബൈ ദംസെൽഫ് അവരുടെ ലൈഫിൽ. ഒരു ഡിഷ് ഉണ്ടാക്കുന്ന ടേക്സ് എ പ്രോജക്ട് മാനേജ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള സാധനമായിരുന്നു. ഇങ്ങനെയുള്ള അതുപോലെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്കൊരു ഫ്യൂസ് വയർ കെട്ടാൻ പോലും അറിയാത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇവിടെ, ശരിയല്ലേ? ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ് വന്ന ഒരു കുട്ടിയെടുത്ത് ചോദിച്ച് വീട്ടിലെ ഫ്യൂസ് കെട്ടാനായിട്ട് ഏത് വയർ, നല്ല തട്ടിയ വയർ ഉപയോഗിക്കുന്ന ടീം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞൊരു പാർട്ടി. ഇത് ഇങ്ങനെയുള്ള പ്രോഡക്ട്സിനെയാണ് നമ്മുടെ അക്കാഡമിക്സ് ഡെവലപ്പ് ചെയ്ത് വിടുന്നത്. ആർക്കോ വേണ്ടി കുറെ പ്രോഡക്ട്സിനെ ഇറക്കുകയാണ്. അവരെന്തായെന്ന് പോലും വിളിച്ചു ചോദിക്കത്തില്ല. എന്റെ മകള് ഈ 5 വർഷം കഴിഞ്ഞിട്ട് കരിയർ മാറ്റിയിട്ട് ഇതുവരെ കോളേജിൽ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല, മോൾക്ക് ജോലി ഉണ്ടോ എന്ന് പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല. ഈ പൈസ വാങ്ങിയ പാർട്ടികളാണ്. അതുകൊണ്ട് അങ്ങനെ അല്ലാന്ന് എല്ലാവർക്കും ജോബെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ഇൻഷുറൻസ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം അതുണ്ടാവും. അങ്ങനെ വരുമ്പം ജോലി കിട്ടാത്ത വ്യക്തികൾക്ക് ഈ സ്ഥാപന ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ആദ്യം പോളിസി അത് എടുക്കണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പറയാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇൻഡസ്ട്രിയുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന രീതിയാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഫീസിന്റെ 10% പോളിസിക്ക് പോകുന്ന ഒരു രീതിയിലായിരിക്കും ഭാവിയിൽ കാര്യങ്ങൾ. ഓക്കെ, ഒരു ചോദ്യമുണ്ട്, ഞാൻ പേഴ്സണലി ചോദിച്ചത്. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ലീഡും ഏരീസ് ഗ്രൂപ്പുമായിട്ട് എവിടെയൊക്കെ അസോസിയേറ്റ് ചെയ്യാമെന്നൊരു ചോദ്യമാണ് ചോദിക്കാൻ വന്നത്.
ഞാൻ തീർച്ചയായിട്ടും മാക്സിമം കാര്യം ഞാൻ എവിടെ എല്ലാ കോളേജിലും എനിക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ പോകുന്ന കോളേജിൽ എനിക്ക് അസോസിയേറ്റ് ചെയ്യണമെന്നുണ്ട്. കാര്യം നിങ്ങളെയൊക്കെ നാളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം നിങ്ങളുടെ സ്ഥാപനം നന്നായെന്ന്. ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഡേ യു കൺവേർട്ട് ദിസ് ഇൻ ടു തിയേറ്റർ ക്ലാസ് റൂം. ട്രസ്റ്റ് ഞങ്ങൾ നിംസിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ വി ക്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അതായത് എല്ലാവർക്കും ഒരു എഫിസം എന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വഴിക്കല്ല കൊണ്ടുപോകുന്നത്. നിങ്ങളെല്ലാം ഇന്ന് ലീവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ എഫിഷ്യൻസിലാണ്. അത് ക്യാൻ ബി 10%, 12%, 11%. എഫിസത്തിന്റെ ജോബ് ആ 10%-നെ 30% ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കുറച്ച് കൂടുതൽ ക്വാളിറ്റിയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ മാറ്റുന്ന ഒരു പ്രോസസ്സ്. അല്ലാതെ നിങ്ങളെ കംപ്ലീറ്റ്ലി എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനെ പിടിച്ച് മെഡിസിൻ കൊണ്ടുപോകുന്ന അല്ല സിസ്റ്റം. ഇപ്പൊ എന്താണ് അതിനെ ബെറ്റർ ആക്കുകയാണ്. നിങ്ങളുടെ ചോയ്സ് ആണ്. റൂട്ട് മാറണമെങ്കിൽ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അല്ലാതെ എഫിസോ അല്ല പിടിച്ച് മാറ്റുന്നത്. എഫിസോ ഇസ് എ ടൂൾ ലൈക്ക് യുവർ മൊബൈൽ. നിങ്ങളുടെ മൊബൈലിനകത്ത് തൗസൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചറും ഒരുപാട് ആപ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. ചിലർക്ക് അത് ജസ്റ്റ് ഇൻകമിങ് ഔട്ട് ഗോയിങ് വാട്സപ്പിനും ഫേസ്ബുക്കിനും വേണ്ടി മാത്രമേ യൂസ് ചെയ്യും. ചിലർക്ക് അതിനകത്ത് ഹൺഡ്രഡ്സ് ഓഫ് ആപ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങളുടെ സ്മാർട്ട്നെസ് ആണ്. അപ്പൊ എഫിസത്തിന്റെ വീട്ടിൽ ചില ഇതിന്റെ ചെക്ക് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ എഫിസ് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ചെയ്യും, അത് ചെയ്യും, അത് ചെയ്യും. നിങ്ങളൊന്നും മറന്നുപോയില്ല ലൈഫിൽ. താങ്ക് യു.